സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ രാത്രി സമയം നമുക്കിവിടെ ട്രിവാൻഡ്രത്തിപ്പം കേരളത്തിൽ രാത്രിയാണ്. 11:30 മണിയാകാൻ പോകുന്നു. രാത്രി 11:30 മണിയാകാൻ പോകുന്നു. വിവിധ രാജ്യങ്ങളിൽ പല പല ടൈമുകളായി ആയിരിക്കാം. നേരം വെളുത്തുകൊണ്ടിരിക്കുന്നവളായിരിക്കാം, നേരം പുലർച്ചെയായിരിക്കാം. എനിവേ, എന്തായാലും വീണ്ടും നമുക്ക് ഒരു ദിവസവും കൂടി ദൈവസന്നിധിയിൽ ഒത്തൊരുമിച്ച് നേരിട്ട് കാണാൻ സാധിച്ചില്ല എങ്കിലും നേരിട്ട് കണ്ടതുപോലെയുള്ള ഒരു അനുഭവത്തിന്റെ കീഴിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാനുള്ള കൃപ നൽകിയതിനായി നമുക്ക് ദൈവത്തോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി നൽകി, നമ്മെ പരിപൂർണമായി കാത്തു പരിപാലിച്ചു, പൂർണ്ണ ആരോഗ്യം നൽകി, ആയുസ് നൽകി, എല്ലാവിധ രോഗഭാരങ്ങളും നമ്മളെ വിടുവിച്ചു, ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വിടുവിച്ചു. നമ്മളെ വീട്ടിൽ നമ്മളെ സ്വസ്ഥതയോടുകൂടി ആ ദൈവവചനം കേൾക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു. അതിനും ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നിത്യനും ദയാശീലവുമായ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ കർത്താവ് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ഞങ്ങളുടെ പാപത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചു. രക്ഷയുടെ പാതയിലേക്ക് നയിച്ച നല്ല ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. കർത്താവ് യേശുവേ, അങ്ങയുടെ മഹിമാധനം വെടിഞ്ഞു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഞങ്ങളെ പാപങ്ങളിൽ നിന്നും നിന്നെല്ലാം രക്ഷിച്ച ഇന്നും ജീവിക്കുന്ന കർത്താവ് യേശുവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാഗ്ദാനമായ യേശുവിന്റെ സഹായനായ യേശുവിന്റെ കാര്യസ്ഥനായ പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ മധ്യേ അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യമായ മക്കൾക്കെല്ലാം അങ്ങയുടെ സ്വർഗീയ വചനങ്ങൾ അങ്ങ് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ടല്ലോ, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ടാകും എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ യേശുവേ, വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മധ്യേ അങ്ങ് കടന്നു വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇരിക്കുന്ന രാജ്യങ്ങളുടെ മധ്യേ അങ്ങ് കടന്നു വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദൈവവചനം കേൾക്കുന്ന ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തൊടണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് ആവശ്യമായ മന്ന, ഈ മക്കൾക്ക് ആവശ്യമായ ആഹാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. സ്തോത്രങ്ങളുടെ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനം, പ്രകാശത്തെക്കാൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വചനം, ഈ ശബ്ദത്തെക്കാൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വചനം, കർത്താവേ, ഈ ശക്തിയേറിയ വചനം ഈ മക്കളെ ഒന്ന് തൊടണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 120 പറയുന്നുണ്ടല്ലോ, കർത്താവ് അവിടെ നിന്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തിയെന്നും അവരെല്ലാ കുഴികളിൽ നിന്ന് വിടുവിച്ചോന്നും. കർത്താവെ, കണ്ണുനീരോടെ ദാസന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ ദാസൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ സമാധാനപ്പെടുത്താം എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, വാഗ്ദാനം നൽകിയ കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. കർത്താവെ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പല അധ്വാന ഭാരങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിൽ ശാന്തിയില്ലാത്ത സമാധാനമില്ലാത്ത അവസ്ഥ, കർത്താവെ, അനേകം കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതങ്ങൾ, അവരുടെ ഇഷ്ടപ്രകാരമുള്ള ജീവിതങ്ങൾ, മാതാവിനെയും പിതാവിനെയും അനുസരിക്കാത്ത ജീവിതങ്ങൾ, അങ്ങനെ ഒത്തിരി ദുഃഖഭാരത്താൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. അവരെല്ലാം തൊടണമേ, സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ശാന്തി സമാധാനം കൊണ്ട് നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും അങ്ങയുടെ യേശുവിന്റെ രക്തത്താൽ ഈ ദാസൻ മുദ്രയായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന അപ്പ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും ബന്ധനങ്ങൾ വിട്ടുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ വിട്ടുമാറണമേ പ്രാർത്ഥിക്കുന്നു അപ്പ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി കർത്താവേ, ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയം അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ചെവികളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും അങ്ങ് എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും, പിശാചിന്റെ എല്ലാ പോരാട്ട ശക്തികളെയും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ ശാസിച്ച് ബന്ധിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു അപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു യേശുവെ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഓരോ മക്കളും തുറമേ, ഓരോ മക്കളും തുറമേ, ഓരോ മക്കളും തുറണമേ, ഓരോ മക്കളും തുറണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് നൽകുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയ ദൈവവചനം കേൾക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം. നിങ്ങൾ ഏത് സ്ഥലത്തായിരുന്നാലും ഞാൻ എന്നും പറയുന്നത് പോലെ പറയുന്നു, നിങ്ങൾ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി ഇരിക്കരുത്, ഒരു ഈസി ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കരുത്. നിങ്ങൾ വളരെ തീഷ്ണതയോടെ ഒരു ആലയത്തിൽ ഇരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ തൊടുക തന്നെ ചെയ്യും, ദൈവം നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഇന്നും രാവിലെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു അത്ഭുതം ഉണ്ടായതാണ്. ഒരു പെൺകുട്ടി, ഒരു അമ്മയും മകളുമായിട്ട്, ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ മകളാണ്, 6 മാസമേ കഴിഞ്ഞുള്ളൂ. ആ അമ്മയും വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയായിട്ട് ഞങ്ങളുടെ ആലയത്തിൽ വന്നിരുന്നു, ആലയത്തിലുണ്ടായിരുന്നു. ആ കുട്ടി വളരെ ഭയത്തോടിരിക്കുകയായിരുന്നു, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് വളരെ ഭയത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയായിരുന്നു. ഇത് ഏതോ ഒരു കുടുംബത്തിൽ ഒരു മരം വന്ന് വീണ്, എന്നാൽ അതിന്റെ ഇലകൾ മാത്രം, അതിന്റെ ചെറിയ കൊമ്പുകൾ മാത്രം ആ മരത്തിൽ തൊട്ട് നിൽക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ആ കുടുംബത്തെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് കണ്ണുനീരോടെ ഞങ്ങൾ എല്ലാവരും കൂടെ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഏതോ ഒരു മരത്തിൽ ഒരു വലിയ മരം ഇവിടെ ഇരിക്കുന്ന ഏതോ കുടുംബത്തിൽ മരം വീണു, അതിന്റെ ഇലകൾ മേൽക്കൂരകൾ തട്ടി നിൽക്കുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിച്ചു തരികയാണ്. വലിയ ദുരന്തത്തിൽ നിന്ന് കുടുംബത്തെ വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ വളരെ വളരെ പ്രാർത്ഥനയോടിരുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അങ്ങ് അപ്സെറ്റ് ആയിപ്പോയി. ഞങ്ങൾ അറിയുന്നില്ല, വളരെയധികം അപ്സെറ്റ് ആയിപ്പോയി. ഒരു സ്വപ്നം കാണുന്നത് പോലെ, ഒരു ദർശനം കേൾക്കുന്നത് പോലെ ആ കുട്ടി അവിടെ ഇരുന്ന് വളരെയധികം വീണ്ടും കരയുകയായിരുന്നു. ദൈവമേ, ഇതെങ്ങനെ ഈ ദേവദാസനിൽ കേൾക്കാൻ സാധിച്ചു? ഇത് ആര് ദേവദാസനോട് പറഞ്ഞു കൊടുത്തു? സ്തോത്രം. പ്രേയറെല്ലാം കഴിഞ്ഞു പോയി, എല്ലാവർക്കും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കുട്ടി പറഞ്ഞില്ല. എന്നാൽ വൈകുന്നേരം ആ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചപ്പോൾ ആ അമ്മ പറയുകയാണ്, പാസ്റ്ററെ, ഇന്ന് എന്റെ മകളുടെ വീട്ടിൽ നടന്ന സംഭവമാണ്. ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ ഭർത്താവിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് പാസ്റ്റർ അവിടെ ഒരു ആത്മാവിൽ കാണുന്ന ദൂത് പോലെ വിളിച്ചു പറഞ്ഞത്. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്താണ് സിസ്റ്റർ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഇന്നലെ രാത്രി വെളുപ്പിനെ ഒരു വലിയ മരം എന്റെ മകളുടെ വീട്ടിലേക്ക് മറിഞ്ഞു വീണു. എന്നാൽ ഇലകളും ചെറിയ കൊമ്പുകളും അല്ലാതെ ഒന്നുപോലും ആ വീട്ടിന്റെ മുകളിലോട്ട് വീണില്ല. ശരിക്ക് ആ മരം നേരെ മറിഞ്ഞ ആ ഭവനത്തിൽ വീണിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിയുടെ അങ്കിൾ, അതായത് ഭർത്താവിന്റെ അച്ഛന്റെ മുറിയിലാണ് നേരെ വീഴുന്നത്. ആ റൂം തകർന്ന് ആ അച്ഛൻ മരണപ്പെടുമായിരുന്നു, ഉറപ്പായിട്ട് മരണപ്പെടുമായിരുന്നു. അത്രത്തോളം വലിയ മരമാണ്. എന്നാൽ അവർ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ, സൗണ്ട് എല്ലാം കേട്ട് അവർ എണീറ്റ് നോക്കിയപ്പോൾ ആരോ ഈ മരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് പോലെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല. കാരണം ആ കുഞ്ഞ് രാത്രി അനുഭവിച്ച ദുഃഖത്തെ ഓർത്ത്, സങ്കടത്തെ ഓർത്ത്, ദുരിതത്തെ ഓർത്ത് ആ കുഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് പ്രയർ ഹാളിൽ നിന്ന് കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടിയെ ദൈവത്താൽ വിടുവിച്ചുകൊണ്ട് ആ കുട്ടിയിൽ കൂടി ദൂത് കൊടുക്കുകയായിരുന്നു. നാളെ ആ കുട്ടിയുടെ ഭവനത്തിലോട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരാൻ കാര്യം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ അവസ്ഥകളെ ഓർത്തുകൊണ്ട്, ദുഃഖത്തെ ഓർത്തുകൊണ്ട്, ദുരിതത്തെ ഓർത്തുകൊണ്ട് കണ്ണുനീരോടെ ഈ രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖങ്ങൾ തീർച്ചയായിട്ടും ദൈവം എടുത്ത് മാറ്റുക തന്നെ ചെയ്യും. പണ്ടുള്ളവർ പറയുമല്ലോ, കണ്ണിനകത്ത് കൊള്ളേണ്ടത് പുലികത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ, പണ്ടുള്ളവർ പഴഞ്ചൊല്ലു പോലെ പറയുമല്ലോ. അതുപോലെ തന്നെ വലിയ വലിയ ദുരന്തങ്ങൾ വരുന്നത് നിങ്ങളെ തൊടാതെ, നിങ്ങളെ സ്പർശിക്കാതെ പിശാച് അത് വേറൊരു രീതിയിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ദൈവം ചെറുക്കും, പിശാചിന്റെ അടികളെ ദൈവം ചെറുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അതിനായി വളരെ വളരെ ഉത്സാഹത്തോടുകൂടി, സ്തോത്രത്തോടുകൂടി
ദൈവത്തിന്റെ വചനം വളരെ കൃത്യതയോട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഭവനത്തിലായിരിക്കട്ടെ, നിങ്ങൾ ബെഡിലായിരിക്കട്ടെ, എവിടെയായിരുന്നാലും ശരി തന്നെയാണ്. നിങ്ങൾ വചനം ഇവിടെ പറയുന്ന വചനങ്ങൾ ശക്തിയോടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ഹാലലുയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. ഹാലലുയ. നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം കർത്താവ്. ഹാലലുയ. എല്ലാവരും ശക്തിയോടെ കരങ്ങളൊന്ന് ആരാധിച്ചാട്ടെ. ഹാലലുയ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിച്ചാട്ടെ. ഹാലലുയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. നിങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് കരങ്ങളടിച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഇത് കേട്ടോണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന സ്തോത്രപ്പ, ഈ പ്രാർത്ഥനയിൽ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലലൂയ. അതിന് കരങ്ങളടിക്കാൻ സാധിക്കുന്നില്ല. ഹാലലൂയ. അതിന് കേൾക്കാൻ പോലും, വചനം കേൾക്കാനുള്ള ഒരു ഉത്സാഹം പോലും കേൾക്കാൻ ഒരു ഉത്സാഹമില്ല. കാരണം അതിന്റെ ഹൃദയത്തിൽ അതികഠിനമായ വേദന കാരണം ആ വ്യക്തിക്ക് വചനം കേൾക്കാൻ ഉത്സാഹം കാണുന്നില്ല, കരങ്ങളടിക്കാൻ ഉത്സാഹം കാണുന്നില്ല. എന്നാൽ പ്രിയ വിശ്വാസി, നീ കണ്ണുനീരോടെ ഏറ്റെടുത്തുകൊണ്ട് ഈ വചനം ഏറ്റെടുക്കുമെങ്കിൽ വേദനകളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും ദൈവം നിന്നെ ഈ രാത്രി വിടിപ്പിക്കുന്ന ഒരു ദിവസമാണ്. നീ പൂർണ്ണമായും ദൈവവചനം ഏറ്റെടുക്കാനായിട്ട് കാതോർത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഇരുന്നു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിലെ വേദന, നിന്റെ ഹാർട്ട് പെയിൻ പരിപൂർണമായിട്ടും സൗഖ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഉറപ്പായിട്ട് സൗഖ്യപ്പെടുത്തുക തന്നെ ചെയ്യും. നീ ആരാണെന്ന് എനിക്ക് അറിയുന്നില്ല എങ്കിലും ദൈവം നിന്നെ അറിയുന്നു. ദൈവം എന്നിലേക്ക് കണക്ട് ചെയ്യണം നിന്നെ. നീ ഏറ്റെടുത്തോ, വചനം ഏറ്റെടുത്തോ, നിനക്ക് പരിപൂർണമായും വിടുതൽ ദൈവം നൽകി അനുഗ്രഹിക്കുകയാണ്. സ്തോത്രം. യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നു അപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിന്റെ ആ ഒരു ടോപ്പിക്ക് തന്നെ, ഒരു അടയാളം തന്നെ ആ റാണി സിസ്റ്ററിൽ കൂടി നൽകുകയായിരുന്നു. പല കഷ്ടതയിൽ കൂടി പോയ സിസ്റ്ററിനെ, പല ദുരിതത്തിൽ കൂടി പോയ സിസ്റ്ററിനെ. ഹാലലൂയ. കാരണം ഒരു തീയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയ സിസ്റ്റർ ജീവിതത്തിന്റെ മുമ്പിൽ തന്നെ വലിയൊരു മതിലായിട്ട് നിന്ന ജീവിതം. എന്നാൽ ആ തീയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആ മതിലെല്ലാം ചാടിക്കടന്ന സിസ്റ്റർ, അതിനോട് അനുബന്ധിച്ച ഒരു ദൂത് തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന്. ഈ ദൂതാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഞാൻ സിസ്റ്ററോട് ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു അരമണിക്കൂറിന് മുമ്പായിട്ടാണ് സിസ്റ്റർ മെസ്സേജ് തരുന്നത്. നമുക്ക് മെസ്സേജ് കൊടുക്കുള്ള റെഡി ആയിക്കോളൂ പാസ്റ്റർ ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന അല്പസമയം ധ്യാനിക്കുന്ന വിഷയം സങ്കീർത്തനം 18-ാം അധ്യായം. നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ളതാണ്. ഹാലലുയ. നന്ദിയോട് സ്തുതിക്കുന്ന അപ്പ. ഹാലലുയ. സങ്കീർത്തനം 18-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങളാണ്. ഹാലലുയ. അവിടെ ദാവീദ് പറയാണ്, ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 18-ാം അധ്യായം. അവിടെ ദാവീദ് പറയാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അവിടെ ദാവീദ് പറയാണ്, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ, ഇത് ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു ദൂതാണ്. ഈ രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ദൂതാണ്. ഹാലലുയ. ഇത് വെറുതെ നിങ്ങൾ ചിന്തിച്ചു കളയരുത്. വെറുതെ നിങ്ങൾ അലക്ഷ്യമായിട്ടിരുന്ന് കേൾക്കരുത്. വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണമേ. ഹാലലുയ. ഇവിടെ പറയാണ്, ഇത് ദാവീദ് പറയാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതായത് ദാവീദ് പല സങ്കടത്തിൽ കൂടി പോയപ്പോൾ, ദാവീദ് പല പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ, പല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദാവീദിനെ വിടുവിച്ചപ്പോൾ, ദാവീദ് ആലപിക്കുന്ന യഹോവയുടെ നാമമഹത്വത്തിനു വേണ്ടി, കർത്താവായ ദൈവത്തിന് വേണ്ടി ആലപിക്കുന്ന ഒരു ജയഗീതമാണ് സങ്കീർത്തനം 18-ാം അധ്യായം. ശ്രദ്ധിക്കണമേ. ദാവീദ് ഒത്തിരി കഷ്ടതകൾ കൂടി പോയപ്പോൾ, പ്രയാസത്തിൽ കൂടി പോയപ്പോൾ, യഹോവയായ ദൈവം സകല ശത്രുക്കളിൽ നിന്നും, സകല കഷ്ടതകളിൽ നിന്നും, സകല ദുരിതത്തിൽ നിന്നും, മരണകരമായ അവസ്ഥയിൽ നിന്ന് പോലും, സ്തോത്രം, ഹല്ലേലൂയ,
നന്ദിയോട് സ്തുതിക്കുന്നു. ആ ദാവീദിനെ ദൈവം രക്ഷപ്പെടുത്തിയപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യഹോവയായ ദൈവത്തിന് ആലപിക്കുന്ന ഒരു ജയഗീതമാണ് സങ്കീർത്തനം 18-ാം അധ്യായം. ഈ 18-ാം അധ്യായത്തിലെ ധാരാളം ഒത്തുവചനങ്ങൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. ഈ 18-ാം അധ്യായത്തിലെ ധാരാളം ഒത്തുവചനങ്ങൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിലും അവിടെ കാണുന്നുണ്ട്. ഇതേ തിരുവചനം തന്നെ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 29-30 വാക്യത്തിലും കാണുന്നുണ്ട്. ഇതേ തിരുവചനം തന്നെ, സെയിം തിരുവചനം 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 29-30 വാക്യത്തിൽ കാണുന്നുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ആരെങ്കിലും എഴുതിയെടുക്കുന്നുവെങ്കിൽ അവർ എഴുതിയെടുക്കുന്നതിന് വേണ്ടിയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 29-30 വാക്യത്തിലും ഇതേ സെയിം വാക്യം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് വളരെ കഷ്ടതയിൽ പോയപ്പോൾ, ദുഃഖത്തിൽ പോയപ്പോൾ, മരണകരമായ ദുരിതത്തിൽ കൂടി പോയപ്പോൾ ദാവീദ് എഴുതിയ ദാവീദ് ദൈവത്തിന്റെ സ്തുതിഗീതമായി എഴുതിയ സങ്കീർത്തനമാണ് 18-ാം അധ്യായം എന്ന് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. നന്ദിയോട് സ്തുതിക്കുന്നു. പല കഷ്ടതയിൽ കൂടി പോയപ്പോൾ, ദുഃഖകരമായ അവസ്ഥയിൽ കൂടി പോയപ്പോൾ, മരണകരമായ അവസ്ഥയിൽ കൂടി പോയപ്പോൾ ദൈവം ദാവീദിനെ രക്ഷപ്പെടുത്തി. പ്രിയ ദൈവവിശ്വാസികളെ, ഇത് കേൾക്കുന്ന ദൈവവിശ്വാസികളെ, നിങ്ങളിപ്പോൾ ഏത് കഷ്ടതയിൽ കൂടിയാണോ, ഏത് ദുഃഖത്തിൽ കൂടിയാണോ, ഏത് ദുരിതത്തിൽ കൂടിയാണോ, ഏത് മരണകരമായ അവസ്ഥയിൽ കൂടിയാണോ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, സ്തോത്രം, നീ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഈ തിരുവചനങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അടുത്ത ദിവസം മുതൽ തന്നെ നീയും ദൈവത്തിന് സ്തോത്രത്തോടുകൂടി ഒരു ഗീതം എഴുതാൻ തയ്യാറായിക്കൊള്ളൂ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നു. മരണകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ വിടിവിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുമ്പോൾ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഡോക്ടേഴ്സ് ഒഴിവ് പറഞ്ഞു, ബന്ധുക്കൾ തള്ളിക്കളഞ്ഞു, ബന്ധുക്കളും വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു, മരുന്നുകളിൽ മേലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ പ്രിയ സഹോദരി, ഡോക്ടർ നിനക്കെതിരെ വിധി എഴുതിയോ, മരുന്നുകൾ നിനക്കെതിരെ വിധി എഴുതിയോ, നിന്റെ ബന്ധുക്കൾ നിനക്കെതിരെ വിധി എഴുതിയോ, എന്നാൽ ആ വിധിയെ ഇന്ന് രാത്രി ദൈവം തിരുത്തി എഴുതുകയാണ്. ഏറ്റെടുത്തോ, കരങ്ങളടിച്ച് ഏറ്റെടുത്തോ. യേശുവിന്റെ നാമത്തിൽ നസ്രാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സഹോദരിക്ക് ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ, മരണമേ നിന്റെ ജയം എവിടെ എന്ന് ഞങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ട് ആ സഹോദരി മരണകരമായ അവസ്ഥയിൽ നിന്നും ഞങ്ങൾ വീണ്ടെടുക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശുവെ അങ്ങ് തൊടണമേ, അങ്ങ് സ്പർശിക്കണമേ. അങ്ങ് പുനരുദ്ധാനത്തിന്റെ ദൈവമാണല്ലോ കർത്താവേ. ആ മകളെ ഇന്ന് പുനരുദ്ധരിക്കണമേ. ഒരു കർത്താവെ ജീവൻ നൽകി ആ മകളെ അങ്ങ് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ലാസറിന്റെ കല്ലറയിൽ കർത്താവെ ആ തൊട്ട് സൗഖ്യപ്പെടുത്തി. കർത്താവെ സ്തോത്രം. ലാസറിന്റെ ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും 4 ദിവസമായി ജീർണിച്ച അവസ്ഥയിൽ നിന്നും കർത്താവെ ജീവൻ നൽകിക്കൊണ്ട് ആ ലാസറിനെ പുറത്തെടുത്തതുപോലെ കർത്താവെ ഇന്ന് രാത്രിയിൽ കർത്താവെ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന ആ സഹോദരിയെ ഇന്ന് പുനർജനനം നൽകി അങ്ങ് പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി, അങ്ങ് കൊണ്ടുവന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഇന്നും വിടുതൽ നൽകുന്ന ദൈവമാണ്, എന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തോളൂ. പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നൊരു വിടുതലാണ്, നിങ്ങൾക്കൊരു അനുഗ്രഹങ്ങളാണ്, നിങ്ങൾക്കൊരു ഉയർച്ചയാണ്, നിങ്ങൾക്കൊരു അഭിവൃദ്ധിയാണ്. പൂർണ്ണമായും നിങ്ങൾ ഏറ്റെടുത്തോളൂ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ഇവിടെ വീണ്ടും നമുക്ക് വായിക്കാം. 18 നമുക്ക് വീണ്ടും അതിന്റെ കൂടുതൽ വ്യാഖ്യാനത്തിലോട്ട് പോകാം. നീ എന്റെ ദീപത്തെ കത്തിക്കും. സ്തോത്രം കിടന്ന. ഹല്ലേലൂയ. അതായത് കഷ്ടതയിൽ കിടക്കുന്ന, ദുരിതത്തിൽ കിടക്കുന്ന, ദുഃഖത്തിൽ കിടക്കുന്ന എല്ലാ ആശയും നഷ്ടപ്പെട്ടു. അതെ, ഞാൻ മരിച്ചു വരെ പോകും എന്ന ആശ വരെ നഷ്ടപ്പെട്ട് കിടക്കുന്ന സ്തോത്രം ആ അവസ്ഥയിൽ ദാവീദ് പറയുകയാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും.
പ്രിയ വിശ്വാസികളെ, ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാം. ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാം. സ്തോത്രപ്പാ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ദാവീദ് പറഞ്ഞതുപോലെ ഞാനും ഇതാ പറയുന്നു. എല്ലാവരും മനസ്സിൽ പറഞ്ഞോ, ദാവീദ് പറഞ്ഞതുപോലെ ഞാനും ഇതാ പറയുന്നു. നീ എന്റെ ദീപത്തെ കത്തിക്കും. നീ ഇന്ന് എന്റെ രാത്രി എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ജീവിതത്തിൽ അണഞ്ഞു കിടക്കുന്ന പല പല ദുഃഖകരമായ, ദുരിതകരമായ, കഷ്ടകരമായ, സ്തോത്രപ്പ, മരണകരമായ പല അവസ്ഥകളെയും, സ്തോത്രം, നീ ഇന്ന് എന്റെ ആ ദീപത്തെ നീ കത്തിക്കും, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവം കത്തിച്ച ദീപം ശത്രുവിന്, പിശാചിന് കെടുത്താൻ സാധിക്കുകയില്ല. ദൈവ സാന്നിധ്യം നമ്മുടെ അന്ധകാരത്തെ അകറ്റുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ പ്രിയ വിശ്വാസികളെ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ദൈവം കത്തിച്ച ദീപം, ദൈവം കത്തിച്ച ദീപം ശത്രുവിന്, പിശാചിന് കെടുത്തുവാൻ സാധിക്കത്തില്ല. ഒരു കാരണവശാലും കെടുത്തുവാൻ സാധിക്കത്തില്ല. കാരണം ദൈവ സാന്നിധ്യം നമ്മുടെ അന്ധകാരത്തെ അകറ്റുന്നതാണ്. ഈ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ കുടുംബത്തിലും, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നിന്നെ മൂടിയിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ ദൈവ സാന്നിധ്യത്താൽ അത് അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, അത് അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ആകാശം കറുത്ത് മൂടിക്കെട്ടി കിടക്കും, കാർമേഘം. എന്നാൽ വലിയ കാറ്റടിച്ച് ആ കറുത്ത കാർമേഘത്തെ അടിച്ചു നീക്കിക്കൊണ്ട് പോകുന്നത് പോലെ നിന്റെ ഭവനത്തിൽ ഇതാ മൂടിയിരിക്കുന്ന കറുത്ത മേഘങ്ങളെ, അന്ധകാര ശക്തികളെ, ഇരുട്ടിന്റെ ശക്തികളെ, ആ ഇരുട്ടിന്റെ എല്ലാ വ്യാപാര ശക്തികളെയും ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു കാറ്റ് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ അന്ധകാര ശക്തികളെല്ലാം അത് അടിച്ചു നീക്കിക്കൊണ്ട് പോകുന്ന സമയമാണ്. ശക്തിയേറിയ കാറ്റ് നിന്റെ ഭവനങ്ങളിൽ നിന്നും, നിന്റെ ശരീരത്തിൽ നിന്നും ആ ദുഷ്ടശക്തികളെ അകറ്റിക്കൊണ്ട് പോകുന്ന സമയമാണ്. പ്രിയ ദൈവവിശ്വാസികളെ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോളുക, വിശ്വാസത്തോടെ ഏറ്റെടുത്തോളുക. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, ദൈവ സാന്നിധ്യം നമ്മുടെ അന്ധകാരത്തെ അകറ്റുന്നതാണ്. ദൈവവചനം കേൾക്കാനുള്ള ഉത്സാഹം കാണിക്കുകയും നിരന്തരമായ പ്രാർത്ഥനകളും ആകുമ്പോൾ നമ്മുടെ ഭവനം ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും. ആ ദൈവിക പ്രകാശം നമ്മുടെ ഭവനത്തിൽ ഉദിച്ചു നിൽക്കുക തന്നെ ചെയ്യും. പിശാചിന് അതിനെ കെടുത്താൻ സാധിക്കത്തില്ല. സ്തോത്രങ്ങളുടെ ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ഭവനത്തിൽ ഒരു പ്രകാശം കത്തി നിൽക്കണമെങ്കിൽ, ദൈവത്തിന്റെ തീ കത്തി നിൽക്കണമെങ്കിൽ, ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ഭവനത്തിൽ കത്തി നിൽക്കണമെങ്കിൽ നീ നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കണം, നീ നിരന്തരമായ ഉപവാസത്തിലായിരിക്കണം, വിശുദ്ധമായ ജീവിതത്തിലായിരിക്കണം, വിശ്വാസത്തിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നീ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം. എന്നാൽ തീർച്ചയായിട്ടും ഒരു ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. നിന്റെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം ഒരു സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കും. പിശാചിന് അതിനെ കെടുത്തുവാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറയുകയാണ്. ഈ ഭാഗത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഒരു കാരണവശാലും പിശാചിന് നിങ്ങളുടെ കുടുംബത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ഇരുളിന് പ്രകാശത്തെ കീഴടക്കുവാൻ സാധിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ നമ്മൾ അരുളി ചെയ്യുന്നത് പോലെ ഒരു ദുഷ്ടശക്തിക്കും നിന്നെ തൊടാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇരുളിന് പ്രകാശത്തെ തൊടാൻ സാധിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ അരുളി ചെയ്യുന്നത് പോലെ ഒരു ദുഷ്ടശക്തിക്കും നിന്നെ തൊടാൻ സാധിക്കത്തില്ല. നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. അതാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലം അവ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. നോട്ട് ദ പോയിന്റ്. 4-ാമത്തെ വാക്യം, വചനത്തിൽ ദൈവത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സ്തോത്രം. 5-ാം വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല, പിടിച്ചടക്കിയില്ല. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഈ വചനം ഏറ്റെടുത്തോണ്ടുക, ഈ വചനം കരങ്ങളടിച്ച് ഏറ്റെടുത്തോളുക. ഹല്ലേലൂയ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു.
വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, ഇന്ന് നിന്റെ കുടുംബത്തിൽ, ഇന്ന് നിന്റെ മക്കളുടെ മേൽ, നിന്റെ ജീവിത പങ്കാളിമേൽ, ഹല്ലേലൂയ, നിന്റെ ശരീരത്തിന്റെ മേൽ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ, നിന്റെ സാമ്പത്തികമായ വിഷയത്തിന്റെ മേൽ, നിന്റെ ജോലിയിൽ മേൽ, സ്തോത്രം 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 സ്തോത്രം, വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വെളിച്ചം സൂര്യനെ പോലെ പ്രകാശിക്കാൻ പോകുന്ന ദിവസമാണ്, സൂര്യനെ പോലെ പ്രകാശിക്കാൻ പോകുന്ന സമയമാണ്. വിശ്വാസത്തോടെ നീ കരങ്ങൾ അടിച്ച് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചോ, എന്റെ കുടുംബം ഇവിടെ അവസാനിച്ചോ? നോ. നീ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? തെറ്റ് തെറ്റ് തെറ്റ്. ആ ഇരുളടഞ്ഞ അവസ്ഥയിൽ, ആ അന്ധകാരം പിടിച്ച അവസ്ഥയിലിരിക്കുകയാണോ? ആ അന്ധകാരം പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ആ അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് വെളിച്ചം 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 നൽകിയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രങ്ങളുടെ. ഹല്ലേലൂയ. അതാണ് 28-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 28-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ ദീപത്തെ കത്തിക്കും, ദാവീദ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഏറ്റെടുത്തോളുക. നീ എന്റെ ദീപത്തെ കത്തിക്കും. ദൈവമേ, അങ്ങ് എന്റെ ദീപത്തെ കത്തിക്കും. നിങ്ങളുടെ ഭവനത്തിൽ ദീപങ്ങൾ അണഞ്ഞിരിക്കുകയാണോ? ഒരു അനുഗ്രഹത്തിന്റെ ദീപം അണഞ്ഞിരിക്കുകയാണോ? ഒരു വിടുതലിന്റെ ദീപം അണഞ്ഞിരിക്കുകയാണോ? ഒരു അഭിവൃദ്ധിയുടെ ദീപം അണഞ്ഞിരിക്കുകയാണോ? ഒരു കരിന്തിരി പോലെ ഇരിക്കുകയാണോ? സ്തോത്രം സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ പറയുകയാണ്, നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. ആ അണഞ്ഞിരിക്കുന്ന ദീപത്തെ, ആ കരിന്തിരിയായിരിക്കുന്ന ദീപത്തെ ഇന്ന് അർദ്ധരാത്രി ഒരു അത്ഭുത പ്രകാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അത്ഭുത പ്രകാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എന്നും അന്ധകാരത്തിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ എന്നും ഇരുളിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ എന്നും ഇരുട്ടിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ പുറത്തു വരേണ്ട വ്യക്തിയാണ്. സ്തോത്രം സ്തോത്രപ്പ. ഹല്ലേലൂയ. സ്തോത്രപ്പ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. നീ ഇരുട്ടിലിരിക്കേണ്ട വ്യക്തിയല്ല, നീ അന്ധകാരത്തിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ പ്രകാശത്തിൽ വരേണ്ട വ്യക്തിയാണ്, നീ ദൈവസന്നിധിയിൽ വരേണ്ട വ്യക്തിയാണ്. ആ അന്ധകാരത്തെ എല്ലാം ദൈവം ഇന്ന് രാത്രി എടുത്തു മാറ്റുന്ന സമയമാണ്. വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ഏറ്റെടുത്തോ. കർത്താവേ, ഞങ്ങൾ ഒത്തൊരുമിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളും, എല്ലാ ദുഷ്ടശക്തികളും, എല്ലാ അന്ധകാര ശക്തികളും, കർത്താവെ, എല്ലാ ഇരുട്ടിന്റെ ശക്തികളും ഈ മക്കളുടെ ഭവനങ്ങളിൽ നിന്ന്, ഈ മക്കളുടെ കർത്താവെ ശരീരങ്ങളിൽ നിന്ന്, ഈ കുടുംബത്തിലെ മക്കളുടെ മേൽ നിന്നും എല്ലാ അന്ധകാര ശക്തികളും, എല്ലാ പിശാചിന്റെ ശക്തികളും ഇന്ന് വിട്ടുമാറി പോണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിട്ടുമാറി പോണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ അണഞ്ഞിരിക്കുന്ന ദീപത്തെ ഇന്ന് അങ്ങ് കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ കിടക്കുന്ന കർത്താവെ ആ കരിന്തിരികളെ നീ ഇന്ന് കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രിയ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ദാവീദ് പൂർണ്ണ ശക്തിയോടുകൂടി, പൂർണ്ണാത്മാവോടുകൂടി, വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ ആ ദാവീദ് ഏറ്റെടുത്തതുപോലെ നമുക്കും ഏറ്റെടുക്കാം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഇന്ന് എന്റെ ഭവനത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ദീപം കത്തിക്കും. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. കർത്താവ് യേശു ക്രിസ്തു എന്റെ ഭവനത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ, ഒരു അഭിവൃദ്ധിയുടെ ദീപം കത്തിക്കും. എന്റെ കുടുംബത്തിലെ മക്കളുടെ മേൽ ഒരു ദീപം കത്തിക്കും. എന്റെ ജീവിത പങ്കാളികളുടെ മേൽ ദൈവം ഒരു ദീപം കത്തിക്കും. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഏതൊക്കെയോ തകർന്ന കുടുംബങ്ങളുമേൽ, ഈ ദൈവം ഇന്നൊരു അത്ഭുത പ്രകാശം, ഒരു തീ കത്തിച്ചിറങ്ങുന്ന സമയമാണ്. കുടുംബങ്ങൾ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ ഈ ദൈവം യോജിപ്പിക്കുന്ന ദിവസങ്ങളായി മാറാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത പ്രിയ ദൈവവിശ്വാസികളെ, നിന്റെ കുടുംബജീവിതം തകർന്നിരിക്കുകയാണോ? ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ദൈവവചനത്തിന്റെ ഭാഗമായി നിന്റെ കുടുംബത്തെ റീജോയിൻ ചെയ്യിപ്പിക്കേണ്ട സമയമാണ്. സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തോട് പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, എല്ലാ വാഴ്ചകളെയും കർത്താവ് ഇന്ന് തകർക്കപ്പെടുന്ന സമയമാണ്. എല്ലാ ദുഷ്ടാത്മശക്തികളെയും കർത്താവ് യേശു ക്രിസ്തു ഇന്ന് തകർക്കപ്പെടുന്ന സമയമാണ്.
വിശ്വാസമുള്ളവർ ഇരുകരങ്ങളും അടിച്ച് വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന അപ്പ, നന്ദിയോട് സ്തുതിക്കാം. അതെ, നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും പോരാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരെ ഇന്ന് നമുക്ക് ദൈവത്തോട് ചേർന്നുകൊണ്ട് പോരാടി ജയമെടുക്കാം. ഇതൊരു പോരാട്ടത്തിന്റെ രാത്രിയാകട്ടെ. ഇന്ന് പോരാടി കർത്താവേ, നമ്മൾ അടഞ്ഞു കിടക്കുന്ന ദീപത്തെ നമുക്കൊന്ന് കത്തിക്കാം. സ്തോത്രം. കരിന്തിരികളെ നമുക്കൊന്ന് കത്തിക്കാം. എല്ലാ അന്ധകാരങ്ങളെയും ഇന്ന് രാത്രി നമുക്ക് പ്രകാശമാക്കി മാറ്റാം. നീ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. കണ്ണുനീരോടെ നീ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ കർത്താവ്, എന്റെ അന്ധകാരത്തെ നീ പ്രകാശിക്കും. അതിന് തുല്യനായ ദൈവമാണ്. അങ്ങേ പോലെ അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ വലിയവനായ യേശു കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബം കർത്താവെ, അനേകം ദിവസങ്ങളായി, അനേകം മാസങ്ങളായി, അനേകം വർഷങ്ങളായി അത് കത്തി എരിഞ്ഞു കിടക്കുകയാണ്. സ്തോത്രപ്പ, അത് അണഞ്ഞു കിടക്കുകയാണ്. ഒരു കരുതിരി പോലെ ഇരിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ മേൽ ഒരു അത്ഭുതകരമായ തീ ഇറക്കണമേ എന്ന് നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി ദൈവം മാറ്റുക തന്നെ ചെയ്യും. നിന്റെ കുടുംബത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദൈവം ഇന്ന് വെട്ടി മാറ്റുകയാണ്. സ്തോത്രം. ഇന്ന് നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ച് പോരാടി ജയമെടുക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. വീണ്ടും മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. സങ്കീർത്തനം 34 അധ്യായം 6-7 വാക്യത്തിൽ പറയുന്നു. ആറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 34 അധ്യായം 6 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു. സ്തോത്രം. പ്രിയ ദൈവവിശ്വാസികൾ, നിങ്ങൾ ഏത് രാജ്യത്ത് എവിടെ ഇരിക്കുന്ന വിശ്വാസികളായാലും ശരി തന്നെയാണ്, ഈ രാത്രിയിൽ നിങ്ങൾ ഒരു എളിമയുള്ള ഹൃദയത്തോടുകൂടി, താഴ്മയുള്ള ഹൃദയത്തോടുകൂടി ഈ ദൈവസനെ നിലവിളിച്ചാൽ, ഈ രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ചാൽ യഹോവയായ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. കാരണം ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, ക്രിസ്ത്യ മക്കൾക്ക് വേണ്ടി, ദൈവവചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ആ കർത്താവായ യേശു ക്രിസ്തു 24 മണിക്കൂറും ഉണർന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അവന്റെ സകല കഷ്ടങ്ങളും, പ്രിയ ദൈവവിശ്വാസികളെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾ ഇന്ന് വിടുവിക്കുന്ന രാത്രിയാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള വിഷയമാണോ? നിന്റെ മക്കളെ കുറിച്ച് നീ കരയുകയാണോ? അവരെ വഴിവിട്ട ജീവിതത്തെ കുറിച്ച് കരയുകയാണോ? അവർക്ക് ഉന്നതമായ ഒരു പഠനമില്ല, അവർക്ക് ഉന്നതമായ ഒരു ഉദ്യോഗമില്ല. സ്തോത്രം. അതിനെ ഓർത്ത് നീ കരയുകയാണോ? നിന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി നീ കരയുകയാണോ? അവിടെ മദ്യപാനത്തിന് വേണ്ടി, മദ്യപാനം വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി നീ കരയുകയാണോ? നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി നീ കരയുകയാണോ? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഈ എളിയവൻ നിലവിളിച്ചു. അതെ, ഇന്ന് എളിമയുള്ള ഹൃദയത്തോടുകൂടി, താഴ്മയുള്ള ഹൃദയത്തോടുകൂടി, ദൈവസന്നിധിയിൽ താഴ്മയോട് നിന്നുകൊണ്ട് എളിമയുള്ള ഹൃദയത്തോടുകൂടി ഈ അർദ്ധരാത്രി നീ നിലവിളിക്കുമെങ്കിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ നിലവിളി ദൈവം കേൾക്കുക തന്നെ ചെയ്യും. നിന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും, സകല ദുരിതങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. സകല അന്ധകാരങ്ങളെയും, സകല കരിന്തിരികളെയും ദൈവം ഇന്ന് രാത്രി കത്തിക്കുന്ന സമയമാണ്. ഇനി നിന്റെ കുടുംബത്തിൽ ഇരുളിന് വാഴുവാൻ ഇടമില്ല. ഇനി നിന്റെ കുടുംബത്തിൽ അന്ധകാരത്തിന് വാഴുവാൻ ഇടമില്ല. അവിടെ ദൈവം പ്രകാശമാക്കി മാറ്റുകയാണ്. സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. ഇരുളിന്റെ പ്രകാശത്തെ കീഴടക്കുവാൻ സാധിച്ചില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് നിന്റെ കുടുംബത്തിലുള്ള എല്ലാ ഇരുളിന്റെ ശക്തികളെയും, എല്ലാ അന്ധകാര ശക്തികളെയും ദൈവം ആട്ടിപ്പുറത്താക്കിയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ശക്തിയേറിയ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകരമായ പ്രകാശം കത്തിച്ചൊലിക്കുന്ന സമയമാണ്. ഏറ്റെടുത്തോളൂ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും 7-ാം വാക്യത്തിൽ പറയുന്നു. സ്തോത്രം. 7-ാം വാക്യത്തിൽ പറയും, 34-7 സങ്കീർത്തനം 34-7 നമ്മളിങ്ങനെ വായിക്കുകയാണ്. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു. സ്തോത്രം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ എല്ലാവരുടെ കുടുംബത്തിൽ ഇറങ്ങത്തില്ല. യഹോവയുടെ ദൂതൻ ദൈവത്തിന്റെ ഭക്തന്മാരുടെയും ഭക്തരുടെയും വീട്ടിൽ ഇറങ്ങി
ചുറ്റും പാളയമിറങ്ങി. ഹല്ലേലൂയ. ഒരു സൈന്യം പോലെ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഹല്ലേലൂയ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഏറ്റെടുത്തോ, കരങ്ങളടിച്ച് ഏറ്റെടുത്തോ, കരങ്ങളടിച്ച് വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ഒരു ദൂത സൈന്യം, അഗ്നിമയമായ ദൈവദൂതന്മാരുടെ ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി സകല കഷ്ടങ്ങളിൽ നിന്നും സകല ദുരിതങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സങ്കീർത്തനം 120 പറയുന്നുണ്ട്, ദൈവം അങ്ങയുടെ വചനം അയച്ചു, ദൈവത്തിന്റെ വചനം അയച്ചു അവരെ സകലവിധ രോഗങ്ങളിൽ നിന്നും വിടുവിച്ചു, അവരെ സകലവിധ കുഴികളിൽ നിന്നും കരകയറ്റി. അതേ പ്രിയ വിശ്വാസികളെ, ഇന്ന് ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സകലവിധ രോഗങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുന്നു. സകലവിധ കുഴികളിൽ നിന്നും ദൈവം നിങ്ങളെ പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ നിലവിളിയോടെ ഈ രാത്രി നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ, നിലവിളിയോടെ കർത്താവേ എന്നെ തൊടണമേ, കർത്താവേ എന്നെ സ്പർശിക്കണമേ, കർത്താവേ എന്റെ മക്കളെ വിടുവിക്കണമേ, അവർ ദുഷ്ട കുട്ടകെട്ടിലായി പോയി, അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നു, അവരെ വിടുവിക്കണമേ കർത്താവേ, എന്റെ ജീവിത പങ്കാളി ദുഷ്ട കൂട്ടുകെട്ടിലായി പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പാ, സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു അപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. എന്റെ ജീവിത പങ്കാളി ദുഷ്ട കൂട്ടുകെട്ടിലായി പോയി, നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രങ്ങൾ. ഹല്ലേലൂയ. ഈ ദുഷ്ട കൂട്ടുകെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയ സഹോദരി, ഈ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, നീ അരുതാത്ത കൂട്ടുകെട്ടിൽ നിൽക്കുന്നു. നീ വിചാരിക്കുന്നു ആരും അറിയുന്നില്ല, നിന്റെ ഭർത്താവ് അറിയുന്നില്ല, നിന്റെ മക്കൾ അറിയുന്നില്ല, നിന്റെ ബന്ധുക്കൾ അറിയുന്നില്ല എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റ്. ഹല്ലേലൂയ. 10,000 സൂര്യനേക്കാൾ പ്രകാശത്തോടുകൂടി ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വിട്ടുമാറിക്കൊള്ളുക, അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളുക. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ദൂതാണ് നിനക്ക് പല പല താക്കീതുകൾ തന്നിട്ടും പല പല വാണിങ്ങൾ തന്നിട്ടും നീ മാറിയിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ അവസാനമായ ദൂത് നൽകുകയാണ്, നീ വിട്ടുമാറിക്കോ. ഹല്ലേലൂയ. കടന്നു വരുവാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്നും, കടന്നു വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും നീ വിട്ടുമാറിക്കോ. സ്തോത്രം. ഏതോ ഒരു സഹോദരിക്ക് ദൈവം ദൂത് നൽകുകയാണ്. സ്തോത്രപ്പാ, സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ പറയുന്ന യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഈ ദൈവത്തിന്റെ ഭക്തന്മാരാണ്, ദൈവത്തിന്റെ ഭക്തകളാണ്. അവർ മാത്രമേ ദൈവത്തിന്റെ വചനം കേൾക്കുകയുള്ളൂ. അവരെ പല കഷ്ടതകളിൽ നിന്നും ദൈവത്തിന്റെ ദൂതന്മാർ ഒരു കൂട്ടത്തോടെ, ഒരു സൈന്യം ദൂതന്മാർ ഇറങ്ങി വിടുവിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. നന്ദിയോട് സ്തുതിക്കുന്നു. അനേകം മക്കൾ സാക്ഷ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനാമ മഹത്വത്തിനായി അനേകം മക്കൾ ഇത് സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുനീരോടെ കരങ്ങൾ അടിച്ചേറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. യൂട്രസിൽ മുഴയുള്ള പല പല വ്യക്തികളും കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഈ ദൈവവചനം കേട്ടതിന് ശേഷം നിങ്ങൾ കർത്താവേ സ്തോത്രം, യൂട്രസിൽ മുഴയുള്ള വ്യക്തികൾ പോയി സ്കാൻ ചെയ്ത് നോക്കുക. ഹല്ലേലൂയ. ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധനയ്ക്ക് നിങ്ങൾ വിധേയമാവുക. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന പല യൂട്രസിലെ പല മുഴകളും അത് മാറിപ്പോയതായിട്ട് ദൈവാത്മാവ് കാണിക്കുകയാണ്. നിങ്ങളുടെ കരച്ചിന്റെ ഫലമായി, നിങ്ങളുടെ നിലവിളിയുടെ ഫലമായി യൂട്രസിലെ പല മുഴകളും ദൈവം എടുത്ത് മാറ്റിയതായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തരികയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ സാക്ഷ്യമായി റാണി സിസ്റ്റർ നിങ്ങൾ അറിയിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു വിടുതലുകൾ നിങ്ങൾ റാണി സിസ്റ്റർ അറിയിക്കുക തന്നെ വേണം. നിങ്ങൾ മടിച്ചിരിക്കരുത്. ഹല്ലേലൂയ. മടിച്ചിരിക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് തന്നെ കൊടുക്കുക. നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 27, 28, 29 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം, മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 27, 28 and 29. മത്തായി സുവിശേഷം 9-ാം അധ്യായം 27, 28, 29. രണ്ട് കുരുടന്മാർ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. യേശു അവിടെ നിന്നും പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് അവരെ പിന്തുടർന്നു. വളരെ ശ്രദ്ധിക്കണമേ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് ദയ കാണിക്കണമേ, ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ എന്ന് നിലവിളിച്ചും കൊണ്ട്. സ്തോത്രം. നമ്മൾ നേരത്തെ വായിച്ചത് ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു.
ഈ എളിയവൻ നിലവിളിച്ച യഹോവ കേട്ടു. ഇവിടെ പറയുന്നു, രണ്ട് കുരുടന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് യേശുവിനെ പിന്തുടർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ആ രണ്ട് കുരുടന്മാരെ പോലെ നിങ്ങളും നിലവിളിച്ചുകൊണ്ട് ഇന്ന് വചനത്തെ നിങ്ങൾ പിന്തുടരുമെങ്കിൽ, വചനമാകുന്ന ദൈവത്തെ നിങ്ങൾ പിന്തുടരുമെങ്കിൽ, ഈ ദൈവമാകുന്ന വചനത്തെ നിങ്ങൾ പിന്തുടരുമെങ്കിൽ, വചനമാകുന്ന ദൈവത്തെ നിങ്ങൾ പിന്തുടരുമെങ്കിൽ നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കുക തന്നെ ചെയ്യും. നിലവിളിച്ചോ, ആ കുരുടന്മാർ നിലവിളിച്ചതുപോലെ ദൈവസ്ഥലം നിലവിളിച്ചോ, ഇന്ന് രാത്രി നിലവിളിച്ചോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ ആ രണ്ട് കുരുടന്മാർ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു. അവർ അന്ധതയാണ്. ആ രണ്ട് കുരുടന്മാർ അവരുടെ ജീവിതം മൊത്തം അന്ധതയിൽ കിടക്കുകയാണ്, ഇരുട്ടിൽ കിടക്കുകയാണ്. സ്തോത്രം. ഇരുട്ടിൽ കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അന്ധതയിൽ കിടക്കുകയാണ്. അവരുടെ ജീവിതം ഒരു ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നു, ഒരു ശൂന്യതയിൽ നിൽക്കുന്നു. സ്തോത്രം. ഒരു വട്ട പൂജ്യത്തിൽ നിൽക്കുന്നു, സീറോയിൽ നിൽക്കുന്നു, അന്ധതയിൽ നിൽക്കുന്നു. സ്തോത്രം. രണ്ട് കുരുടന്മാർ അവർ അന്ധത ബാധിച്ചു നിൽക്കുന്നു, ശൂന്യമായ അവസ്ഥയിൽ നിൽക്കുന്നു. അവർ ഇരുട്ടിൽ കിടക്കുന്നു. സ്തോത്രം. ആ ഇരുട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ കുരുടന്മാർ നിലവിളിക്കുകയാണ്, ദാവീദിന്റെ പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് ദയ കാണിക്കണമേ, ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ. ദൂത് കൈമാറുകയാണ്. അതിന്റെ വ്യാഖ്യാനം അതിന്റെ ആത്മീയ മർമ്മം കൈമാറുകയാണ്. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ കുടുംബവും ഇന്ന് അന്ധത ബാധിച്ച കുടുംബമാണോ? ഇരുട്ടിൽ കിടക്കുന്ന ഒരു കുടുംബമാണോ? ശൂന്യതയിൽ കിടക്കുന്ന ഒരു കുടുംബമാണോ? നാളത്തെ അവസ്ഥയെ ഓർത്തുകൊണ്ട് ഒരു ശൂന്യതയിൽ കിടക്കുകയാണോ നിന്റെ ജീവിതം? സ്തോത്രം. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട്, ഈ അന്ധതയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, ഈ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് കുരുടന്മാരെ പോലെ നീയും ഇന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ, സ്തോത്രം. ഹല്ലേലൂയ. ആ കുരുടന്മാർ നിലവിളിക്കുകയാണ്, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, കർത്താവേ ഞങ്ങളോട് ദയ കാണിക്കണമേ, കർത്താവേ ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ. ഞങ്ങളത് അന്ധതയിൽ നിൽക്കുന്ന വ്യക്തികൾ, ഇരുട്ടിൽ നിൽക്കുന്ന വ്യക്തികൾ. സ്തോത്രം. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിൽക്കുന്ന വ്യക്തികൾ. ഹല്ലേലൂയ. ഞങ്ങൾ കരിന്തിരിയിൽ നിൽക്കുന്ന വ്യക്തികൾ. സ്തോത്രം. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കുരുടന്മാർ നിലവിളിക്കുക മാത്രമല്ല, അവർ ദൈവത്തെ പിന്തുടർന്നു, ഫോളോ ചെയ്തു. എല്ലാം ഭയങ്കരമായ ആത്മീയ മർമ്മങ്ങളുണ്ട്. സ്തോത്രം. നിലവിളിക്കുക മാത്രമല്ല, നിലവിളിച്ചും കൊണ്ട് അവർ പിന്തുടർന്നു, ഫോളോ ചെയ്തു. നിലവിളിച്ചും കൊണ്ട് അവിടെ നിന്നു എന്നല്ല പറയുന്നത്, അവിടെ ഇരുന്നു എന്നല്ല പറയുന്നത്. യേശുവിനെ അവർ പിൻപറ്റി, വചനത്തെ പിൻപറ്റി. തള്ളിക്കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എന്റെ അന്ധകാരം മാറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ ഇരുട്ട് മാറിയില്ല എന്നും പറഞ്ഞുകൊണ്ട്, എന്റെ ശൂന്യത മാറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്മാറി പൊക്കളയരുത്. നിങ്ങൾ യേശുവിനെ പിൻപറ്റണം, വചനത്തെ പിൻപറ്റണം, ഫോളോ ചെയ്യണം. ചെയ്താൽ 28-ാം വാക്യം, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. യേശു ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ വീട്ടിലെത്തി കഴിഞ്ഞു. സ്തോത്രം. നോക്കണമേ, കണ്ണു കണ്ടുകൂടാത്ത രണ്ട് വ്യക്തികളാണ്, കുരുടന്മാരാണ്. പക്ഷെ അവർ ദൈവത്തെ വിട്ടില്ല. അവർക്കറിയാം ഞങ്ങളുടെ കാഴ്ചയെ മാറ്റാൻ കഴിവുള്ളവനാണ് കർത്താവ് യേശു ക്രിസ്തു. ഞങ്ങളുടെ കുരുട്ട് കണ്ണുകളെ, അത് അന്ധകാര കണ്ണുകളെ അത് കാഴ്ചയിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ളവനാണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു. അവർക്കറിയാം യേശുവിനെ പിൻപറ്റി കഴിഞ്ഞാൽ, യേശുവിനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്ധത മാറിക്കിട്ടും, ഞങ്ങളുടെ ശൂന്യത മാറിക്കിട്ടും, ഇരുട്ടിന്റെ ശക്തികളെല്ലാം മാറിക്കിട്ടും, ഞങ്ങൾക്ക് പ്രകാശത്തിലേക്ക് നടക്കാൻ സാധിക്കുമെന്ന് അവർക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ട് അവർ യേശുവിനെ പിൻപറ്റി, യേശുവിന്റെ കൂടെ നടന്നു. അതാണ് അവർ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. യേശുവോട് ചോദിക്കുകയാണ്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയ ദൈവവിശ്വാസികളെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുക്കൽ കർത്താവ് യേശു ക്രിസ്തു വന്നിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. നിന്റെ അടുക്കൽ കർത്താവ് യേശു ക്രിസ്തു വന്നിരിക്കുകയാണ്. നീ കരയുന്ന വിഷയത്തിൽ മേൽ, നിന്റെ അന്ധകാരമായിരിക്കുന്ന വിഷയത്തിൽ മേൽ, നിന്റെ ഇരുട്ടിന്റെ വിഷയത്തിൽ മേൽ നിന്റെ അടുത്തിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, പ്രിയ വിശ്വാസി, പ്രിയ സഹോദരി, പ്രിയ സഹോദര,
സ്തോത്രം. നിന്റെ ഈ അവസ്ഥ മാറ്റുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അടുക്കലിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, നിന്റെ ക്യാൻസർ രോഗത്തെ മാറ്റുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. നിന്റെ ഹാർട്ട് പ്രോബ്ലത്തെ, നിന്റെ ഹാർട്ട് ഡിസീസിനെ, ഹല്ലേലൂയ, എനിക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു നിന്റെ അടുക്കൽ നിന്ന് ചോദിക്കുകയാണ്, നിന്റെ മക്കളെ നേരായ വഴിയിൽ കൊണ്ടുവരാൻ, നേർവഴിയിൽ നയിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് നിങ്ങളോട് കർത്താവ് യേശു ക്രിസ്തു ഈ സമയം ചോദിക്കുകയാണ്. നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്. സ്തോത്രം, 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 ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കുന്ന അണഞ്ഞു കിടക്കുന്ന ദീപത്തെ, ആ അന്ധകാരമായ ദീപത്തെ, കരിന്തിരിയായി കിടക്കുന്ന ദീപത്തെ കത്തിച്ച് പ്രകാശമാക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് നീ വിശ്വസിക്കുന്നുവോ? ഭയങ്കരമായ ദൂതുകളാണ്, ഭയങ്കരമായ ചോദ്യമാണ്. ഹല്ലേലൂയ. ആ കുടനോട് ചോദിച്ചതുപോലെ ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ? പ്രിയ വിശ്വാസികളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, ഈ കഷ്ടതയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? കുടന്മാർ പറഞ്ഞു, ഓ കർത്താവേ, അങ്ങേ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ, വേറെ ആരെ കൊണ്ട് സാധിക്കത്തില്ല. ഡോക്ടറെ കൊണ്ട് സാധിക്കത്തില്ല, മരുന്നുകളെ കൊണ്ട് സാധിക്കത്തില്ല, എന്റെ സഹോദരി സഹോദരങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, എന്റെ ബന്ധുക്കളെ കൊണ്ട് സാധിക്കത്തില്ല, എന്റെ ചാർച്ചക്കാരെ കൊണ്ട് സാധിക്കത്തില്ല, എന്റെ ഉറ്റവരെ കൊണ്ട് സാധിക്കത്തില്ല, എന്റെ ഉടയവരെ കൊണ്ട് സാധിക്കത്തില്ല, ആരെ കൊണ്ട് സാധിക്കത്തില്ല, അങ്ങേ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്ന് ആ കുരുടൻ പറഞ്ഞതുപോലെ പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ ഏറ്റുപറ. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഏറ്റുപറ, കർത്താവേ, എന്റെ ഈ അവസ്ഥയെ എന്ന് മാറ്റി തരുവാൻ, എന്റെ അവസ്ഥയെ മാറ്റി തരുവാൻ അങ്ങേ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. ഏതോ ഒരു വ്യക്തിയോട് ദൈവം ഇടപെടുന്നുണ്ട്, സ്തോത്രം, സ്തോത്രം. കരങ്ങളടിച്ചേറ്റെടുത്തോ. ഏതോ ഒരു വ്യക്തിയോട് ദൈവം ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. നിന്റെ ജോലി ഇവിടെ തീർന്നു, നിന്റെ ജോലി ഇവിടെ ഫിനിഷായി, നിനക്ക് നിന്റെ നാട്ടിലേക്ക് മടങ്ങാം. സ്തോത്രം, ഹല്ലേലൂയ. നിനക്കിനി ആ രാജ്യത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് അധികാരികൾ നിന്നോട് പറയുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ഇരുട്ടിന്റെ ശക്തി, ഒരു ശൂന്യതയുടെ ശക്തി, അന്ധകാരത്തിന്റെ ശക്തി. സ്തോത്രം, 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 ഹല്ലേലൂയ. എന്നാൽ ആ കുരുടനോട് ചോദിച്ചതുപോലെ യേശു നിന്നോട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് വീണ്ടും ആ രാജ്യത്ത് തുടരുവാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. എനിക്ക് വിശ്വാസമുണ്ട്. പ്രിയ ദൈവവിശ്വാസി, നിന്നോട് പറയണം, നീ രാജ്യത്ത് വീണ്ടും തുടരും. സ്തോത്രം, നീ രാജ്യത്ത് വീണ്ടും തുടരും. മനുഷ്യനാൽ അസാധ്യം, ഹല്ലേലൂയ, ദൈവത്തെ കൊണ്ട് സാധ്യം. അതെ, നിനക്ക് ഹല്ലേലൂയ, ഇന്ന് രാത്രിയുള്ള കൂട്ടായ്മ തന്നെ നിന്റെ ഉദ്യോഗത്തിന് വേണ്ടി മാത്രമായിരിക്കാം ഈ കൂട്ടായ്മ എന്ന് കൂടിയത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പറഞ്ഞു, വിശ്വാസത്തോടെ നീ ഏറ്റെടുത്തു, എനിക്ക് ഈ രാജ്യത്ത് വീണ്ടും തുടരാൻ സാധിക്കുമെന്ന് വിശ്വാസത്തോടെ നീ പറയുമെങ്കിൽ നിന്നെ ദൈവം ആ രാജ്യത്ത് വീണ്ടും നടത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. നീ പറയാതെ ആ രാജ്യത്തുള്ള ഉദ്യോഗ മേഖലയിൽ നിന്ന് ആ അധികാരി നിന്നെ അനക്കത്തില്ല, നിന്നെ തൊടത്തില്ല. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. യോസഫിനെ രാജകീയ പദവിയിലേക്ക് ഉയർത്തിയതുപോലെ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. നീ പറയുന്ന വാക്കുകൾ മാത്രമേ ഇനി അവിടെ സംഭവിക്കത്തുള്ളൂ. നീ പറയുന്ന വാക്കുകൾ മാത്രമേ അവിടെ എല്ലാവരും അനുസരിക്കുകയുള്ളൂ. ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നവർ, നിന്നെ അധിക്ഷേപിച്ചവർ, നിന്നെ വേദനിപ്പിച്ചവർ, നിന്നെ ദുഃഖിപ്പിച്ചവർ, അവർ നിന്റെ അടുക്കൽ വരികയാണ് പല പല സഹായത്തിനായി. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ പ്രിയ വിശ്വാസി നീ ഏറ്റെടുത്തോ. ഹല്ലേലൂയ.
നിന്റെ ഔദ്യോഗികമായ ജീവിതത്തിൽ, നിന്റെ ഒഫീഷ്യൽ ജീവിതത്തിൽ, നിന്റെ ഒഫീഷ്യൽ കരിയറിൽ ദൈവം ഒരു പുതിയ വഴിത്തിരിവ്, ദൈവം ഒരു പുതിയൊരു വഴിത്തിരിവ് തുറക്കുകയാണ്. ഏറ്റെടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. 29-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അവരുടെ കണ്ണ് തൊട്ടു. സ്തോത്രം, സ്തോത്രപ്പ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. യേശു അവരുടെ കുരുടന്മാരുടെ കണ്ണുകൾ തൊട്ടു. സ്തോത്രം, സ്തോത്രം. കണ്ണു തൊട്ടു. ഹല്ലേലൂയ. പ്രിയ വിശ്വാസികളെ, നേരത്തെ പറഞ്ഞ കർത്താവേ, ആ ജോലിയുമായി ബന്ധപ്പെട്ട വിശ്വാസിയെ, നിന്റെ ജോലി മേഖലയിൽ കർത്താവ് തൊടുകയാണ്. കുരുടന്മാരുടെ കണ്ണുകളെ തൊട്ട കർത്താവ്, കരങ്ങൾ കൊണ്ട് തൊട്ട കർത്താവ്, നിന്റെ ഉദ്യോഗ മേഖലകളിൽ ദൈവം തൊടുകയാണ്. ഹല്ലേലൂയ. ഉടൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. കുരുടന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ നിങ്ങളിൽ ഭവിക്കട്ടെ. സ്തോത്രം. പ്രിയ വിശ്വാസി, ഉദ്യോഗമേലേക്ക് വേണ്ടി കരയുന്ന വിശ്വാസി, നിന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന അതേ അവസ്ഥയെ ഓർത്ത് കരയുന്ന വിശ്വാസി, നീ വിശ്വാസത്തോടെ പറ, എന്റെ ജോലി നഷ്ടപ്പെടുകയില്ല, ഞാൻ ആ സ്ഥാപനത്തിൽ തന്നെ ഇനിയും ജോലി ചെയ്യും. നിന്റെ വിശ്വാസത്തോടെ നീ വിശ്വാസത്തോടെ പറയുമെങ്കിൽ നിന്റെ വിശ്വാസം പോലെ തന്നെ സംഭവിക്കും. സ്തോത്രം, 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 സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഉടനെ അവരുടെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. പ്രിയ ദൈവവിശ്വാസി, നിന്റെ പേപ്പറുകൾ ഓപ്പണായി. നിന്റെ ജോലി വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള പേപ്പറുകൾ ഓപ്പൺ ആയി. അവരുടെ കുരുടന്മാരുടെ കണ്ണു തുറന്നതുപോലെ നിന്റെ ഉദ്യോഗ മേഖലയിലുള്ള പേപ്പർ ഓപ്പൺ ആയി. വിശ്വാസത്തോടെ നീ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. സങ്കീർത്തനം 118-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 118-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞെരുക്കത്തിൽ ഞാൻ, കഷ്ടതയിൽ ഞാൻ, ദുരിതത്തിൽ ഞാൻ, അന്ധകാരത്തിൽ ഞാൻ, ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, കരിന്തിരിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, നാളത്തെ അവസ്ഥ എന്താകുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ തകർന്നു പോകുന്ന അവസ്ഥയിലിരിക്കുകയാണ്, തരിപ്പണമാകാൻ പോകുന്ന അവസ്ഥയിലിരിക്കുകയാണ്. ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട്, ഞെരുക്കത്തിലിരുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. നന്ദിയോട് സ്തുതിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ വ്യക്തി കൊടുത്ത ദൂതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യഹോവ എനിക്ക് ഉത്തരമരുളി, നീ ഞെരുക്കത്തിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിലവിളിക്കുമെങ്കിൽ ദൈവം ഇന്ന് നിനക്ക് ഉത്തരമരുളും. നിന്നെ വിശാല സ്ഥലത്താക്കും. നീ ഒരു ഇടുങ്ങിയ സ്ഥലത്തിരിക്കേണ്ട വ്യക്തിയല്ല, നീ ഒരു കൂടിയിരിക്കേണ്ട വ്യക്തിയല്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നീ അന്ധകാരത്തിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ ഇരുട്ടിൽ മറഞ്ഞിരിക്കേണ്ട വ്യക്തിയല്ല, നീ ശൂന്യതയിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല. പ്രിയ വിശ്വാസികളെ, നിങ്ങളെ ഇന്ന് രാത്രി വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. നന്ദിയോട് സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഒഫീഷ്യൽ പരമായ ഒത്തിരി പേപ്പറുകൾ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. ഒഫീഷ്യൽ പരമായ ഒത്തിരി ഫയലുകൾ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ഫയലുകളിന്മേൽ നിങ്ങൾക്കൊരു ഉത്തരമില്ല, ആ ഫയലുകളിന്മേൽ നിങ്ങൾക്കൊരു ആൻസർ ഇല്ല, ഇതുവരെയ്ക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല, ആൻസർ കിട്ടിയിട്ടില്ല എന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? നീ ഞെരുക്കത്തിലിരിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ ആത്മാവിനാൽ ദൂത് കൈമാറുകയാണ്. ആ ഫയലുകളെല്ലാം ദൈവം ഇന്ന് തുറക്കാൻ പോവുകയാണ്. അനുകൂലമായ ഓർഡറുകൾ, അനുകൂലമായ ഉത്തരവുകൾ ആ ഫയലിൽ മേൽ ദൈവം എഴുതുകയാണ്. ദൈവം ഇന്ന് രാത്രി എഴുതുകയാണ് ആ ഫയലിൽ മേൽ. സ്തോത്രം. പല വ്യക്തികളെ വിശാല സ്ഥലത്തേക്ക് ദൈവമാക്കുകയാണ്, ഉന്നതങ്ങളിലേക്ക് നിങ്ങളെ കയറ്റുകയാണ്. ഹല്ലേലൂയ. മാൻപേടയുടെ കാല് പോലെ നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഉന്നത ഗിരികളിലേക്ക്, വിശാലതയിലേക്ക്, ഉന്നത സ്ഥലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അയക്കുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. പല വ്യക്തികളെയും ഉന്നതമായ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ദൈവം പാർപ്പിക്കുകയാണ്.
ഒരു രാജ്യത്തൊന്നും എടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് ദൈവം പോസ്റ്റ് ചെയ്യാൻ പോകുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. നല്ല ഉയർന്ന ജോലിയോടുകൂടി, ഉയർന്ന ശമ്പളത്തോടുകൂടി ഒരു രാജ്യത്തു നിന്നും എടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ പോകുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. നീ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല. നീ എല്ലാം നഷ്ടപ്പെട്ട് ഇരുട്ടിലിരിക്കേണ്ട വ്യക്തിയല്ല, ശൂന്യതയിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല. സ്തോത്രപ്പ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഇരുട്ടിനെ എല്ലാം ദൈവം കത്തിക്കും. സ്തോത്രം. നിന്റെ അന്ധകാരങ്ങളെ എല്ലാം ദൈവം ഇന്ന് കത്തിക്കും. നിന്റെ കരിനിരി എല്ലാം ദൈവം ഇന്ന് കത്തിക്കും. ഉറപ്പായിട്ട് കത്തിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. നിന്റെ ജീവിതം എന്നും കത്തിക്കരിഞ്ഞ് കിടക്കേണ്ടതല്ല. നിന്റെ ഉദ്യോഗ മേഖല എന്നും കത്തിക്കരിഞ്ഞ് കിടക്കേണ്ടതല്ല. ഒരു കരിന്തിരി പോലെ കിടക്കേണ്ടതല്ല. ഇന്ന് ദൈവം കത്തിക്കുക തന്നെ ചെയ്യും. അത്ഭുതകരമായിട്ട് കത്തിക്കുക തന്നെ ചെയ്യും. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട യോബ്, ആ കാലഘട്ടത്തിൽ യോബ് ദൈവത്തോട് പറയുന്ന ഒരു വചനമുണ്ട്. ശ്രദ്ധയോടെ ഏറ്റെടുക്കണമേ, ശ്രദ്ധയോടെ കേൾക്കണമേ. യോബിന്റെ പുസ്തകം 29-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട, എന്റെ മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ദേശം നഷ്ടപ്പെട്ടു, ദാസന്മാരെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ശരീരവും പുഴുവെടുത്തു, ശരീരവും വൃണമായി പുഴുവെടുത്തു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഭാര്യ മാത്രം നഷ്ടപ്പെട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ യോബ് ദൈവത്തോട് പറയുന്ന ഒരു വചനമുണ്ട്. യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 2-3 വാക്യം. യോബിന്റെ പുസ്തകം 29-ാം അധ്യായം, ജോബ് ചാപ്റ്റർ 29 വേർഡ്സ് 2 and 3. അയ്യോ അയ്യോ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പോ അവിടെ പറയുകയാണ്, അയ്യോ പണ്ടത്തെ മാസങ്ങളെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. യോ പറയാണ് അവനെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തെ പറയാണ്, അയ്യോ ഞാൻ പണ്ടത്തെ മാസങ്ങളിലെ പോലെ, പണ്ടത്തെ കാലഘട്ടത്തെ പോലെ ഈ ദൈവം എന്നെ പോന്നിരുന്നെങ്കിൽ, കാത്തുപോകുന്ന നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന പല വ്യക്തികളും ഇന്ന് ചിന്തിക്കുന്നതാണ്. ഈ രാത്രി ചിന്തിക്കുകയാണോ? പല വ്യക്തികളും ആലോചിക്കുകയാണ്, ദൈവമേ ഞാൻ ആദ്യം ഇവിടെ വന്ന കാലഘട്ടത്ത് എനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് എന്തെല്ലാം സമൃദ്ധി ഉണ്ടായിരുന്നു, എനിക്ക് എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായിരുന്നു. സ്തോത്രം. അയ്യോ പറഞ്ഞതുപോലെ ഇന്ന് ഓരോ വ്യക്തികളും ദേവസ്ഥാനിൽ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു, നല്ല ആരോഗ്യമുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. യോ ചോദിക്കുന്നു, അയ്യോ പണ്ടത്തെ മാസങ്ങളെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ചോദിക്കുന്നുണ്ടോ നിങ്ങളും? ഉറപ്പായിട്ട് ചോദിക്കുന്നുണ്ടാവും. കർത്താവേ എന്റെ ഈ തകർന്ന അവസ്ഥകളെല്ലാം മാറ്റി തരണമേ, എന്നെ പണ്ടത്തെ പോലത്തെ അവസ്ഥയിൽ എന്നെ ആക്കി തരണമേ. കർത്താവേ നല്ല ആരോഗ്യമുണ്ടായിരുന്ന അവസ്ഥ പോലെ ആക്കി തരണമേ, സാമ്പത്തികം ഉണ്ടായിരുന്ന അവസ്ഥ പോലെ ആക്കി തരണമേ, നല്ല ജോലി പോലെ ഉണ്ടായിരുന്ന അവസ്ഥ ആക്കി തരണമേ, എന്റെ മക്കളെയൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അതുപോലെ ആക്കി തരണമേ. ഇന്ന് അതെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു. പറയുന്നു, അയ്യോ പണ്ടത്തെ മാസങ്ങളെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. 3-ാം വാക്യം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 3-ാം വാക്യം, യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 3-ാം വാക്യം. അന്ന് അവന്റെ ദീപം അവന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. സ്തോത്രം. അന്ന് അവന്റെ ദീപം, ദൈവത്തിന്റെ ദീപം, അവന്റെ എന്ന് പറയുന്നത് തെറ്റാണ്. അന്ന് ദൈവത്തിന്റെ ദീപം, അവന്റെ എന്നെല്ലാം പറയണ തെറ്റാണ്, വ്യാഖ്യാനങ്ങൾ തെറ്റാണ്. അത് ദൈവമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം അങ്ങനെ തന്നെ പറയണം. നമ്മൾ കഴിയുന്നിടത്തോളം അങ്ങനെ പറയാവൂ. ചിലപ്പോൾ അതിൽ കിടക്കുന്ന വാക്യങ്ങൾ കയറിപ്പോയി, നീ എന്നോ അവനെന്നോ അവൻ കൊന്നു പോകും. എന്നാൽ തിരുത്താൻ പറ്റുമ്പോൾ നമ്മൾ തിരുത്തി പറഞ്ഞുകൊള്ളുക. എന്നാൽ ദൈവത്തിന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ അന്ന് എല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അന്ന് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ദൈവത്തിന്റെ ദീപം യോബിന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു നിന്നു. സ്തോത്രം. അതുകൊണ്ട് യോബിനെല്ലാം ഉണ്ടായിരുന്നു. സ്തോത്രം. അടുത്ത്, ദൈവത്തിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. യേശുവേ നന്ദിയോട് സ്തുതിക്കുന്നപ്പ.
ദൈവത്തിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. ദൈവം എന്റെ തലയിൽ ഒരു പ്രകാശമായിരുന്നു എങ്കിലും ഞാൻ ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തെ ചില സാഹചര്യങ്ങളിൽ മറന്നുകൊണ്ട് യോബ് ഇരുട്ടിൽ കൂടി നടക്കുന്ന ഒരു അവസ്ഥ വന്നു. അത് വന്നപ്പോൾ യോബ് പറയുകയാണ്, അന്ന് എന്റെ ദൈവത്തിന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചതുപോലെ ദൈവമേ ഇന്നും സ്തോത്രം കർത്താവ് ഇന്നും പ്രകാശിക്കണമേ. ഇങ്ങനെ യോബ് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഇങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷ പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കെട്ടുപോയ ദീപത്തെ ദൈവം വീണ്ടും കത്തിച്ചു. അന്ന് എന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. എന്നാൽ ഇന്ന് എല്ലാം കെട്ടുപോയിരിക്കുന്നു, എല്ലാം അണഞ്ഞു പോയിരിക്കുന്നു, എല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെ പ്രതീക്ഷയോടെ കർത്താവേ എന്റെ ദീപത്തെ എല്ലാം കത്തിക്കണമേ. അന്നുണ്ടായിരുന്ന ദീപം എന്റെ തലയിൽ കത്തി നിന്ന ദീപത്തെ പോലെ ഇന്നും കത്തിക്കണമേ. എന്റെ അന്ധകാരത്തെ എല്ലാം മാറ്റണമേ, എന്റെ ഇരുട്ടിന്റെ ശക്തികളെല്ലാം മാറ്റണമേ എന്ന് പ്രതീക്ഷയോടെ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ കെട്ടുപോയ ദീപത്തെ എല്ലാം ദൈവം കത്തിച്ചു. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, ഹല്ലേലൂയ. നിങ്ങളുടെ ഏതെല്ലാം സാഹചര്യങ്ങൾ ഇന്ന് അണഞ്ഞു നിൽക്കുന്നോ, ഏതെല്ലാം ഉദ്യോഗ മേഖലകളിൽ നിന്ന് അണഞ്ഞു നിൽക്കുന്നോ, എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നോ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. നിങ്ങൾ യോബിനെ പോലെ ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ഹല്ലേലൂയ, കെട്ടുപോയ എല്ലാ ദീപത്തെയും, കെട്ടുപോയ എല്ലാ അനുഗ്രഹത്തെയും, കെട്ടുപോയ എല്ലാ അഭിവൃദ്ധിയെയും ദൈവം ഇന്ന് രാത്രി കത്തിക്കും. സ്തോത്രം ഹല്ലേലൂയ. അയ്യോ, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവന് കെട്ടുപോയ ദൈവത്തെ കത്തിച്ചു. ദൈവം അവന് എല്ലാം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, നന്ദി. അതാണ് യോബിന്റെ പുസ്തകം 42-12 നമ്മൾ മുമ്പ് ഇവിടെ ആലോചന നമ്മൾ ദൂത് കൈമാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒന്നൊരു വായിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ യഹോവ, യോബിന്റെ പുസ്തകം 42-12 എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. ഇങ്ങനെ യഹോവ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 മേൽക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും അവന് 3 പുത്രിമാരും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു. അവൻ ആദ്യം 10 പുത്രന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും 10 പുത്രന്മാർ തന്നെ ഉണ്ടായി. അപ്പൊ ആദ്യം മരിച്ചുപോയ 10 പുത്രന്മാർ അവിടെ നിത്യതയിലായിരിക്കുന്നു എന്ന് ദൈവവചനത്തിലോടത്തും പറയുന്നില്ല, വിശുദ്ധ ബൈബിളിലോടും രേഖപ്പെടുത്തിയിട്ടില്ല. അവന് 10 പുത്രന്മാർ നിത്യതയിലിരിക്കുന്നു എന്ന്, ഹല്ലേലൂയ, നിത്യതയിലിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും പറയുന്നില്ല. സ്തോത്രം. അങ്ങനെ ആർക്കെങ്കിലും ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, യോഹന്നാന് കിട്ടിയ വെളിപ്പാട് പോലെ അടുത്തൊരു വെളിപ്പാട് പുസ്തകം എഴുതേണ്ടതാണ്. ഞാൻ വെളിപ്പാട് കണ്ടു, യോഹന്നാൻ കണ്ടുപോലത്തെ ഒരു വെളിപ്പാട് കണ്ടു, യോബിന്റെ 10 പുത്രന്മാർ ഇന്ന് നിത്യതയിലിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു, ദൈവത്തോട് അടുത്തിരിക്കുന്ന ഞാൻ കണ്ടു, ദൈവത്തോട് സ്തുതിക്കുന്ന ഞാൻ കണ്ടു എന്ന് ആർക്കെങ്കിലും വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അടുത്തൊരു പുസ്തകം എഴുതേണ്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് അങ്ങനെ കിട്ടിയതായിട്ട് ബൈബിളിൽ നിത്യതയിലിരിക്കുന്നതായിട്ട് ബൈബിൾ ഒരിടവും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പറയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് പാപമാണ്. റോമാലേഖനം 14-23 പറയുന്നു, വചനത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമത്രേ. വചനത്തിൽ പറയാത്ത കാര്യങ്ങൾ, എനിക്കത് കിട്ടി, എനിക്കിത് കിട്ടി എന്ന് ആരെങ്കിലും വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തെറ്റാണത്, പാപമാണ്. സ്തോത്രം. അവർ കിട്ടിയെങ്കിൽ അത് വെച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. അവന്റെ എല്ലാം നഷ്ടപ്പെട്ട യോബിന് എല്ലാം തടസ്സമായി നിന്ന യോബിന് അവൻ ആ മതിൽ ചാടിക്കടക്കുകയാണ്. സ്തോത്രം. അവൻ നഷ്ടപ്പെട്ടു പോയ ദീപത്തെ ദൈവം കത്തിച്ചോടിക്കുകയാണ്. പ്രത്യാശയോടുകൂടി കണ്ണുനീരോടെ നിലവിളിയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ നഷ്ടപ്പെട്ടു പോയ ആ അഭിവൃദ്ധിയെല്ലാം, അണഞ്ഞു പോയ അഭിവൃദ്ധി, കരിന്തിരിയായ അഭിവൃദ്ധി എല്ലാം കത്തിച്ചു. സ്തോത്രം. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. സങ്കീർത്തനം 18:28 നമ്മൾ വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. സ്തോത്രം. ആ യോബിന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം തിരികെ കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കരിന്തിരിയെ ദൈവം ദീപമാക്കി, അന്ധകാരത്തെ ദൈവം ദീപമാക്കി. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. എല്ലാം നഷ്ടപ്പെട്ടു പോയ യോബിന് അവന് തടസ്സമായി നിന്ന മതിൽ അവൻ ചാടിക്കടക്കുകയായിരുന്നു. ശരിയാണോ?
എല്ലാം നഷ്ടപ്പെട്ടു പോയ യോബ്, അവന് തടസ്സമായി നിന്ന മതിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ രോഗം, അവന്റെ മക്കൾ, അവന്റെ ദാസന്മാർ, അവന്റെ മൃഗസമ്പത്ത്, സ്തോത്രം, അവന്റെ വസ്തുസമ്പത്ത് എല്ലാം തടസ്സമായി നിൽക്കുകയായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളെ എല്ലാം ഒരു മതിൽ പോലെ തടസ്സമായി നിൽക്കുകയായിരുന്നു. ഇയ്യോബ് ആ മതിലെല്ലാം ചാടിക്കടക്കുകയായിരുന്നു. പ്രിയ വിശ്വാസികളെ, ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, ഈ ദൂത് നിങ്ങൾ ശക്തിയോടെ കരങ്ങളിൽ ഏറ്റെടുക്കുമെങ്കിൽ, ഇന്ന് രാത്രി ശക്തിയോടെ കരങ്ങളിൽ ഏറ്റെടുക്കുമെങ്കിൽ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളായി നിൽക്കുന്ന പല രോഗങ്ങളും, സ്തോത്രം, നിങ്ങളുടെ മുന്നിൽ പ്രതിസന്ധികളായി നിൽക്കുന്ന പല രോഗങ്ങളും, പല സാമ്പത്തിക തകർച്ചകളും, സ്തോത്രം, ആത്മീയക്കെതിരെ പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളും, സ്തോത്രം, കുടുംബത്തിൽ ശാന്തിക്ക് സമാധാനത്തിനെതിരെ പോരാടുന്ന എല്ലാ പോരാട്ട ശക്തികളും, പ്രാർത്ഥിച്ചോ, കണ്ണുനീരോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ വിഷയം എന്താണോ, നിങ്ങളുടെ ജോലിക്ക് തടസ്സങ്ങളുണ്ടോ, മതിലുകളുണ്ടോ, നിങ്ങളുടെ മക്കൾ നേരെ വഴി നടക്കുന്നതിന് എന്തെങ്കിലും മതിലുകൾ തടസ്സമുണ്ടോ, നിങ്ങളുടെ ജീവിത പങ്കാളി മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി തടസ്സമായുള്ള മതിലുകൾ, സ്തോത്രം, ഏതൊക്കെ മതിലുകളാണോ നിങ്ങൾ ഇന്ന് ഫ്രണ്ടിൽ അഭിമുഖീകരിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ അഭിമുഖീകരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നീ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പറ. ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, നിന്റെ മുമ്പിൽ എന്താണോ, ഏത് മതിലാണോ നിന്റെ മുന്നിൽ നിൽക്കുന്നത്, തടസ്സമായിട്ട് ഏത് മതിലാണോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, സ്തോത്രം, ഏത് പടക്കുറ്റമാണോ നിന്റെ നേരെ നിൽക്കുന്നത്, വിശ്വാസത്തോടെ നിന്റെ മനസ്സിലേറ്റെടുത്ത് പറ. ഹല്ലേലൂയ. നിന്റെ രോഗമാണോ, നിന്റെ സാമ്പത്തിക തകർച്ചയാണോ, നിന്റെ കുടുംബത്തിൽ ശാന്തി സമാധാനമില്ലാത്ത അവസ്ഥയാണോ, നിന്റെ മക്കളുടെ വഴിവിട്ട ജീവിതമാണോ, നിന്റെ ജീവിത പങ്കാളി മാനസാന്തരപ്പെടാത്ത വ്യക്തിയാണോ, നിനക്കെതിരെ നിൽക്കുന്ന ഏത് പടക്കുറ്റമാണോ നിനക്കെതിരെ നിൽക്കുന്നത്, നിന്റെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന പടക്കുറ്റം, നിന്റെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന മതിൽ, സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസത്തോടേറ്റ് പറഞ്ഞോ, ദാവീദ് പറഞ്ഞതുപോലെ 29-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ, 18-ന്റെ വാക്യത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞോ, നിന്നാൽ എന്റെ ദൈവത്താൽ, സ്തോത്രം, ഇന്ന് രാത്രി പറഞ്ഞോ, ദൈവം അത്ഭുതകരമായ വിടുതൽ നടത്താൻ പോകുന്ന സമയമാണ്. ഇന്ന് അത്ഭുതകരമായ വിടുതലുകൾ നടക്കാൻ പോകുന്ന സമയമാണ്. അത്ഭുതകരമായ ഉയർച്ചകൾ നടത്താൻ പോകുന്ന സമയമാണ്. അത്ഭുതകരമായ അഭിവൃദ്ധി പ്രാപിക്കേണ്ട സമയമാണ്. സ്തോത്രം, നിങ്ങൾ പല ദിവസങ്ങളായി, പല വർഷങ്ങളായി, മാസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മേൽ ദൈവം ഒരു വിടുതൽ അയക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ദാവീദ് പറഞ്ഞതുപോലെ പറഞ്ഞോ, നിന്നാൽ എന്റെ ദൈവത്താൽ. ദാവീദിന്റെ ദൈവം തന്നെ എല്ലാവരും കരം നെഞ്ചത്ത് വെച്ച് പറഞ്ഞോ. എല്ലാവരും ദൈവം നിങ്ങളുടെ വലതും കരം ദൈവം നിങ്ങളുടെ നെഞ്ചത്ത് വെച്ച് പറഞ്ഞോ, നെഞ്ചത്തോ തലയിലോ വെച്ച് പറഞ്ഞോ. ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ വലം കരം നിങ്ങളുടെ നെഞ്ചത്തോ തലയിലോ വെച്ച് പറഞ്ഞോ, നിന്നാൽ. ദാവീദിന്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. എന്റെ ദൈവത്താൽ ഞാൻ എന്റെ പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സ്തോത്രം, എന്റെ പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സ്തോത്ര, ഹല്ലേലൂയ. എന്റെ പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ അഭിവൃദ്ധിക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ, എന്റെ മക്കളെ തകർക്കുവാനായിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരെ, എന്റെ ജീവിത പങ്കാളിയെ തകർക്കുവാനായിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരെ, സ്തോത്രപ്പ, എന്റെ ജോലി മേഖലയെ തകർക്കുവാനായിട്ട് നിൽക്കുന്ന ദുഷ്ട പിശാചുകൾക്കെതിരെ, സ്തോത്രം, എന്റെ ജീവനെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾക്കെതിരെ എന്റെ ദൈവത്താൽ ഞാൻ ആ പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഏറ്റെടുത്ത് പറഞ്ഞോ, കണ്ണുനീരോട് ഏറ്റെടുത്ത് പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതി. ഇന്ന് പടക്കൂറ്റങ്ങളെ തകർക്കുന്ന രാത്രിയാണ്. ഇന്ന് ദൈവം തന്റെ ദൈവദൂതന്മാരെ ഇറക്കിക്കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, പടയാളികളെ, ദൈവത്തിന്റെ പടയാളികളെ ഇറക്കിക്കൊണ്ട്, സ്തോത്രം, പാളയം ഇറക്കിക്കൊണ്ട്, അഗ്നിമയമായ ദൈവദൂതന്മാരെ നിന്റെ ഭവനത്തിൽ ഇറക്കിക്കൊണ്ട്, സ്തോത്രം, നിന്നാൽ ആ പടക്കൂറ്റം നീ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നീ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ പടക്കൂറ്റത്തിന് നേരെ അഗ്നിമയമായ ദൈവദൂതന്മാരെ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നിന്നാൽ എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സ്തോത്രം, ഇനി എന്നെ ഒരു ദുഷ്ടശക്തിക്ക് തടഞ്ഞു വയ്ക്കാൻ സാധിക്കത്തില്ല. എന്റെ മക്കളെ ഒരു അന്ധകാര ശക്തിക്കും തടഞ്ഞു വയ്ക്കാൻ സാധിക്കത്തില്ല. എന്റെ ഉദ്യോഗ മേഖല ഒരു അന്ധകാര ശക്തിയും തടഞ്ഞു വയ്ക്കാൻ സാധിക്കത്തില്ല. എന്റെ ഉയർച്ചയെ ഒരു പിശാചിന്റെ ശക്തിക്കും തടഞ്ഞു വയ്ക്കാൻ സാധിക്കത്തില്ല. എന്റെ ദൈവത്താൽ ഞാൻ ആ പടക്കൂറ്റത്തിന് നേരെ ഇന്ന് രാത്രി പാഞ്ഞു ചെല്ലും. സ്തോത്രം, എന്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും. വിശ്വാസത്തോടെ പറ.
വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ സ്വർഗീയ ദൈവത്താൽ, എന്റെ സ്വർഗീയ അപ്പച്ചനാൽ, എന്റെ രാജാതിരാജാവ് കർത്താവ് യേശു ക്രിസ്തുവിനാൽ സ്തോത്രപ്പ, എന്റെ സമാധാനത്തിന്റെ പ്രഭുവായ യേശു കർത്താവിനാൽ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹമായ രാജാതിരാജാവായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും. ഏറ്റെടുത്തോ? സ്തോത്രപ്പ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന പല പല മതിലുകളും ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് മതിലുകൾ പൊളിയുന്ന രാത്രിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചു അടക്കപ്പെട്ടതിന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. പറഞ്ഞോ, എനിക്കെതിരെ പോരാടുന്ന പടക്കുറ്റത്തിന് നേരെ, എനിക്കെതിരെ പോരാടുന്ന പിശാചിന്റെ ശക്തികൾക്കെതിരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ എനിക്കെതിരെയുള്ള എല്ലാ തടസ്സങ്ങളും ദൈവം ഇന്ന് മാറ്റി നൽകും. കർത്താവേ സ്തോത്രം. മറികടക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധികളും ഞാൻ ഇന്ന് മറികടക്കുക തന്നെ ചെയ്യും. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന പല പല ഗുപ്ത നിധികളും ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തരാൻ പോകുന്ന സമയമാണ്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന പല പല ഗുപ്ത നിധികളും നിങ്ങൾക്ക് ദൈവം ഇന്ന് വെളിപ്പെടുത്തി തരാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ നിന്നാൽ ഞാൻ പടക്കൂറ്റത്തിനെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഞാൻ എന്നും ഒരു മതിലിനുള്ളിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല. സ്തോത്രം. എന്റെ ദൈവത്താൽ ഞാൻ ഇന്ന് രാത്രി ആ മതിൽ ചാടിക്കടക്കും. ഞാനൊരു വിശാലത്തിലേക്ക് പോകും. ഞാനൊരു അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് പോകും. ഞാനൊരു സമൃദ്ധിയുടെ പാതയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത പ്രിയ വിശ്വാസികളെ, വിശ്വാസത്തോടെ കണ്ണുനീരോടെ ഏറ്റെടുത്ത പ്രിയ വിശ്വാസികളെ, ഹല്ലേലൂയ. ദൈവമേ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ദാവീദ് പറഞ്ഞതുപോലെ നിന്നാൽ ദൈവമേ ഞങ്ങളും പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്നു. ഞങ്ങളെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരെ ഞങ്ങൾ പാഞ്ഞു ചെല്ലുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് എന്റെ ജീവിതത്തിൽ അണഞ്ഞു കിടക്കുന്ന ദീപത്തെ നീ കത്തിക്കും. ഉറപ്പായിട്ട് കത്തിക്കുക തന്നെ ചെയ്യും. നിന്നാൽ ഞങ്ങൾ മതിൽ ചാടി കടക്കുക തന്നെ ചെയ്യും. യേശു നാമത്തിൽ കർത്താവേ. ഒരു വാക്യം കൂടെ വായിച്ചു നമ്മൾ നിർത്തുകയാണ്. സങ്കീർത്തനം 46-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നമ്മൾ നിർത്തുകയാണ്. സങ്കീർത്തനം 46-ാം അധ്യായം കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാണ്. സങ്കീർത്തനം 46-ാം അധ്യായം കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാണ്. അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാവുന്നു. സ്തോത്രം. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാവുന്നു. നീ ഒരു മതിലിനകത്തിരിക്കുന്ന വ്യക്തിയാണോ? നീ കണ്ണുനീരോടെ സ്തോത്രം വളരെ വ്യസനത്തോടെ, വളരെ വിലാപത്തോടെ നീ ഒരു മതിലിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ ജീവിതം അന്ധകാരം പിടിച്ചിരിക്കുകയാണോ? നിനക്കൊരു ഉയർച്ച ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണോ? നിനക്കൊരു അഭിവൃദ്ധി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. നീ ഒരു കരുതിരി പോലെ ഇരിക്കുന്ന വ്യക്തിയാണോ? നിന്നോട് പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. പ്രിയ ദൈവവിശ്വാസികളെ, ആ വ്യക്തികളോട് പറയുന്നത്, നീ കരയേണ്ട, നീ വിലപിക്കണ്ട, നീ സങ്കടപ്പെടണ്ട. ദൈവം നമ്മുടെ ബലവും സങ്കേതവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. കഷ്ടങ്ങളിൽ ജീവിത പങ്കാളി തുണയാകണമെന്നില്ല. ഹല്ലേലൂയ. മക്കൾ തുണയാകണമെന്നില്ല, മാതാപിതാക്കൾ തുണയാകണമെന്നില്ല, ബന്ധുക്കൾ തുണയാകണമെന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. കോവിഡ് രോഗം വന്നപ്പോൾ നമുക്കറിയാൻ സാധിച്ചു ആരൊക്കെ നമുക്ക് തുണയുണ്ടായിരുന്നു എന്ന്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി മധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതം കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പ്രിയ വിശ്വാസികളെ, നമ്മൾ ഭയപ്പെടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ സ്തോത്രം കുടുംബത്തിൽ ആഞ്ഞടിച്ചാലും, എന്തെല്ലാം ദുരിതങ്ങൾ കുടുംബത്തിൽ ആഞ്ഞടിച്ചാലും നമ്മൾ കുലുങ്ങി പോവുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെടുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നാൽ എന്റെ ഭയത്തിനെതിരെ, എന്റെ പ്രശ്നത്തിനെതിരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ എന്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞാൻ ചാടിക്കടക്കും. സ്തോത്രം. എന്റെ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഞാൻ ചാടിക്കടക്കുക തന്നെ ചെയ്യും. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ ആരും ഭയപ്പെട്ടു പോകണ്ട, നിങ്ങൾ ആരും ഭ്രമിച്ചു പോകണ്ട, നിങ്ങൾ ആരും ദുഃഖിച്ചു പോകണ്ട. നിങ്ങളെല്ലാം ദൈവം കാത്തു പരിപാലിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അതാണ് സങ്കീർത്തനം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. സങ്കീർത്തനം 18-ന്റെ 28-ൽ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ.
നീ എന്റെ ദീപത്തെ കത്തിക്കും. ഉറപ്പായിട്ട് നീ എന്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ. പൂർണ്ണമായും വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കരങ്ങൾ കോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാവീദ് വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഇന്ന് എന്റെ ദീപത്തെ കത്തിക്കും. ഉറപ്പായിട്ട് കത്തിക്കും കർത്താവെ യേശുവേ. അനേക ദിവസങ്ങളായി, അനേക മാസങ്ങളായി, അനേക വർഷങ്ങളായി കർത്താവെ എന്റെ കുടുംബത്തിൽ കരിന്തിരിയായിരുന്നു. എന്റെ കുടുംബത്തിൽ അന്ധകാരമായിരുന്നു. പിശാചിന്റെ പോരാട്ടമായിരുന്നു. പല പല ദുർഘടങ്ങളായിരുന്നു, പല പല പ്രശ്നങ്ങളായിരുന്നു, പല പല രോഗങ്ങളായിരുന്നു കർത്താവെ. എന്നാൽ ഇന്ന് രാത്രി ഈ അന്ധകാരങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സ്തോത്രപ്പ, നീ എന്റെ ദീപത്തെ കത്തിക്കും. ഉറപ്പായിട്ട് നീ എന്റെ ദീപത്തെ കത്തിക്കും. ഇന്ന് രാത്രി എന്റെ കുടുംബത്തിലുള്ള എല്ലാ അന്ധകാരത്തെയും നീ പ്രകാശമാക്കി മാറ്റും. നീ എന്റെ അന്ധകാരങ്ങളെല്ലാം പ്രകാശമാക്കി മാറ്റും. സ്തോത്രപ്പ, സ്തോത്രം കർത്താവെ. കണ്ണുനീരോടെ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിന്നാൽ ഞങ്ങൾ പടക്കൂറ്റത്തിന് നേരെ, എന്റെ ദൈവത്താൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പടക്കൂറ്റങ്ങൾക്ക് നേരെ, പ്രതിസന്ധികൾക്ക് നേരെ പാഞ്ഞു ചെല്ലുന്നു. സ്തോത്രം കർത്താവെ. എന്റെ ഞങ്ങളുടെ ദൈവത്താൽ ഞങ്ങൾ ആ പടക്കൂറ്റത്തിന് നേരെ പാഞ്ഞു ചെന്നുകൊണ്ട് ആ മതിൽ ഞങ്ങൾ ചാടിക്കടക്കുന്നു കർത്താവെ. സ്തോത്രം. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു മതിലുകൾക്കും ഞങ്ങളെ ചേർത്ത് വയ്ക്കാൻ സാധിക്കത്തില്ല. ഇനി ഒരു പടക്കൂറ്റത്തിന് ഞങ്ങളെ ചേർത്ത് വയ്ക്കാൻ സാധിക്കത്തില്ല. ഞങ്ങൾ യേശുവിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഞങ്ങൾ എന്നും ഇരുട്ടിൽ കിടക്കേണ്ടവരല്ല. സ്തോത്രം, 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 സ്തോത്രം. ഇരുളിന് പ്രകാശത്തെ കീഴടക്കാൻ സാധിക്കയില്ല എന്ന് വചനത്തിൽ കേട്ടതുപോലെ കർത്താവേ, എന്റെ കുടുംബത്തിൽ, ഇരുളടഞ്ഞ കുടുംബത്തിൽ ഇന്ന് പ്രകാശം ഉദിച്ചതിനായി പ്രകാശമാകുന്ന ആ തിരുവചനമാകുന്ന യേശു കർത്താവ് ഇന്ന് ഉദിച്ചതിനായി ഞാൻ അന്ധകാരത്തിൽ നിന്നും പുറത്തു വരുന്നു. ഇരുട്ടിന്റെ മേഖലകളിൽ നിന്നും പുറത്തു വരുന്നു. സ്തോത്രപ്പാ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഇരുള് കടഞ്ഞ അവസ്ഥകളെല്ലാം നീ കത്തിച്ച് പ്രകാശമാക്കിയിരിക്കുന്നു. എനിക്കൊരു പുതിയ ജീവിതം നൽകിയിരിക്കുന്നു കർത്താവേ. എന്റെ അന്ധകാരത്തെ എല്ലാം നീ പ്രകാശമാക്കി, എന്റെ ആത്മീയ മേഖലയെല്ലാം നീ ഉണർത്തിയിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവ് യേശുവേ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ്. ഈ ദൈവജനം കേട്ട ഓരോ മക്കളെ നമുക്ക് തുടർന്നമേ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നപ്പ. കണ്ണുനീരിന്റെ അവസ്ഥകളിൽ നിന്നെല്ലാം കർത്താവെ ഈ മക്കളെ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിലാപത്തെയും കർത്താവെ നൃത്തമാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുന്നു. രട്ടുവസ്ത്രത്തെ നീ അഴിച്ചു മാറ്റി സന്തോഷ വസ്ത്രം കൊണ്ട് ഉടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ രോഗികളും തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓരോ രോഗികളും തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന അവസ്ഥകൾ, രോഗികളായിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഏത് ഭാഗത്താണോ രോഗങ്ങൾ കാണുന്നത്, സ്തോത്രം, നിങ്ങളുടെ ഏത് ഭാഗത്താണോ രോഗം കാണുന്നത് അവിടെ നിങ്ങളുടെ കരങ്ങൾ വെക്കുക. സ്തോത്രം. നിങ്ങളുടെ വലത് കരങ്ങൾ വെക്കുക. കർത്താവ് യേശുവേ, ഈ ദാസൻ ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായുള്ള മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ ആണിപ്പാടാർന്ന കരങ്ങൾ ഈ മക്കളുടെ കരങ്ങളിൽ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നപ്പ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ രാത്രികളിൽ അനേകം മക്കളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയതുപോലെ കർത്താവെ, ഇന്ന് രാത്രിയും ഇന്ന് അനേകം മക്കളെ തുറന്നമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. മക്കളുമേൽ അങ്ങയുടെ ശക്തിയേറിയ വചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനം ഈ മക്കളുടെ കരങ്ങളിൽ കൂടി പ്രവേശിച്ചുകൊണ്ട് കർത്താവെ, ഈ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ രോഗപ്രയാസങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവെ മക്കൾക്ക് ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു റിലീസ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരം കോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദാസനും കർത്താവെ, ഭവനത്തിലായിരിക്കുന്ന ദാസനും ദാസയും, വിദൂരത്തിലായിരിക്കുന്ന, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ഈ ദൈവജനം കേട്ടോണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇരുവരും കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കണ്ണുനീരോടെ ഒരുമനപ്പെട്ട് ഈ ദാസനും ദാസി ഒരുമനപ്പെട്ട് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇന്ന് മക്കളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്യാൻസറിന്റെ സിംറ്റംസ് എല്ലാം വിട്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്യാൻസറിന്റെ സിംറ്റംസ് എല്ലാം കർത്താവെ ഇപ്പോൾ നിർജ്ജീവമാവണം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ക്യാൻസറിന്റെ എല്ലാ മുഴകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ
അപ്രത്യക്ഷമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ക്ഷേമെടുക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ സിംറ്റംസും, ക്യാൻസറിന്റെ എല്ലാ സിംറ്റംസും വിട്ടുപോട്ടെ കർത്താവേ. ഹല്ലേലൂയ. എല്ലാ അണുക്കളും ഇപ്പോൾ നിർവീര്യമാട്ടെ. ബ്ലഡ് ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കണം പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് പേഷ്യന്റുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിടുതലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നതിനായി എല്ലാവരും കണ്ണുനീരോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ദൈവം വിടുതലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിലെ ഹോളുകൾ ദൈവം ഓപ്പറേറ്റ് ചെയ്ത് ഹല്ലേലൂയ. ഹൃദയത്തിലെ ഹോളുകൾ അടച്ചുകൊണ്ടിരിക്കുന്നതിനായി, ദൈവം ഓപ്പറേറ്റ് ചെയ്ത് ഹോളുകൾ അടച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, കിഡ്നി പേഷ്യന്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ ഇപ്പോൾ കിഡ്നി പേഷ്യന്റുകളെ ഓപ്പറേഷൻ ചെയ്ത് കർത്താവെ, അങ്ങ് ആ മക്കൾക്ക് പുതിയ കിഡ്നികൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. പുതിയ കിഡ്നികൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഹല്ലേലൂയ. പാൻക്രിയാസ് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കണം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. കുടൽ സംബന്ധമായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടലിലെ എല്ലാ മുഴകളും വിട്ടുപോകണം പ്രാർത്ഥിക്കുന്നു. കുടൽ സംബന്ധമായ എല്ലാ രോഗികളും സൗഖ്യം വ്യാപരിക്കണം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ബ്രസ്റ്റിലെ ട്യൂമറുകൾ വിട്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്രസിലെ ട്യൂമറുകൾ വിട്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവ്, യൂട്രസിലെ ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഹല്ലേലൂയ. ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നു. നാസറേനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആ ഡോക്ടറുടെ വിധി എഴുത്തിനെ ഈ നിമിഷം ക്യാൻസൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, യൂട്രസ് റിമൂവലുകളെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഹല്ലേലൂയ. കർത്താവെ, യൂട്രസ് രോഗങ്ങളെല്ലാം സൗഖ്യപ്പെടട്ടെ. ഒരു യൂട്രസും റിമൂവ് ചെയ്യാതെ പരിപൂർണമായിട്ടും അങ്ങ് കാത്തു പരിപാലിച്ചിരിക്കുന്നതിനായി, ആ മതിൽ ഞങ്ങൾ ചാടിക്കടന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ബ്ലീഡിംഗ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു. രക്തം ഛർദ്ദിക്കുന്ന, ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന ഒരു രോഗിയെ കർത്താവ് പരിപൂർണമായിട്ടും പിടിപ്പിക്കുന്ന രാത്രിയാണ്. എല്ലാരും കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി കരകയറ്റിയാട്ടെ. ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന സ്തോത്രം. ഹല്ലേലൂയ. കരൾ രോഗത്തിന്റെ ഭാരത്താൽ, ലിവറിന്റെ രോഗഭാരത്താൽ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന, ബ്ലഡ് ഛർദ്ദിക്കുന്ന ഒരു രോഗിയെ കർത്താവ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെടുത്തുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ. നിന്നാൽ ഞാൻ പടക്കൂറ്റത്തിന് നേരങ്ങൾ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന രോഗിക്ക് പരിപൂർണമായി വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന സ്ത്രീകളെ ദൈവം കാണുന്നു. ഹല്ലേലൂയ. പല യൂട്രസുകളെയും ദൈവം ഇന്ന് തുറക്കുന്നു. സ്തോത്രം. ഹന്നായുടെ യൂട്രസിനെ തുറന്ന ദൈവം കർത്താവെ, ഈ മക്കളുടെ യൂട്രസുകളെ ഇന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്താന പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നപ്പ. നസ്രായനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രഷർ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഡയബറ്റിസ് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കാൽമുട്ട് കൈമുട്ട് വേദന രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. തലവേദനകൾക്കായി പ്രാർത്ഥിക്കുന്നു. കണ്ണ് രോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടഞ്ഞ ചെവികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടഞ്ഞ ചെവികളെല്ലാം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിലെ കാഴ്ചക്കുറവുകളെല്ലാം തിരിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം. തളർവാദ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൈകാലുകൾക്ക് ചലനം വെച്ചുകൊണ്ട് തളർവാദ രോഗികൾ ഇന്ന് ബെഡിൽ നിന്ന് എണീറ്റ് മാൻപേടയുടെ കാലുകളെ പോലെ അവരെ കാലുകളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ എണീറ്റ് ചാടുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. നസ്രായനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. യേശുവെ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവ്, തളർവാദ രോഗികളെ തുറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇടുപ്പിന്റെ രോഗഭാരതങ്ങളിൽ നിന്ന് വിടുവിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇടുപ്പിന്റെ രോഗഭാരത്താൽ അനുഭവപ്പെടുന്ന എല്ലാ രോഗികളെയും വിടുവിക്കാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. മസിൽ പെയിനുകൾ കർത്താവെ,
കർത്താവെ വിടുതൽ പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. സ്കിൻ അലർജികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്കിൻ അലർജികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കുടുംബത്തിൽ ശാന്തി സമാധാനം നൽകി അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ മക്കളെ നല്ല ജീവിതത്തിലേക്ക്, കുടുംബത്തിലുള്ള മക്കളെ നേർവഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തം ക്ഷേമെടുക്കുന്നു. കർത്താവെ ജീവിത പങ്കാളിയെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നപ്പ. യേശുവിന്റെ രക്തം ക്ഷേമെടുക്കുന്നു. കർത്താവ് യേശു ഓരോ മക്കളും തൊട്ടതിനായി, ഓരോ മക്കളെ സ്പർശിച്ചതിനായി, അനേകം മക്കൾക്ക് വിടുതൽ കൊടുത്തതിനായി, അനേകം മക്കൾക്ക് ശാന്തി സമാധാനം നൽകി അനുഗ്രഹിച്ചതിനായി കർത്താവെ, അനേകം കുടുംബങ്ങളിൽ അണഞ്ഞു കിടന്ന ദീപത്തെ അങ്ങ് കത്തിച്ചതിനായി, അനേകം കുടുംബത്തിൽ കർത്താവെ കരിന്തിരിയായി കിടന്ന കുടുംബങ്ങളെ അങ്ങ് കത്തിച്ചതിനായി, ഇന്ന് അങ്ങ് കത്തിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിന് ആമേൻ. എല്ലാ നാമത്തിനും മേലായ നാമം യേശു നാമം ഉയർന്നിരിക്കണം. ഞങ്ങളോ താഴണം, യേശുവോ ഉയരണം. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു.